എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടി അന്തർദേശീയ ചെമ്പഴന്തി അന്തർദേശീയ പഠന കേന്ദ്രം, അതോടൊപ്പം തന്നെ ശ്രീനാരായണ മെമ്മോറിയൽ ഈ കുളത്തൂർ വെച്ച് നടത്തുന്ന ഈ ലൈബ്രറി ഹാളിൽ വെച്ച് നടത്തുന്ന ഈ പരിപാടിയുടെ പ്രസിഡൻ്റായ ശിശുപാലൻ സാർ അവർ, അതുപോലെ വിജയമ്മ ടീച്ചർ അവർ, അതുപോലെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ ഈ പ്രൗഢമായ ഈ സദസ്സിനും നമസ്കാരം. ഇതുപോലെ ഒരവസരത്തിൽ ഇവിടെ വരാൻ അദ്ദേഹം പറഞ്ഞു അവിചാരിതമായിട്ടാണ് കഴിഞ്ഞ വർഷം വന്നത്. ശരിക്കും അവിചാരിതമായിട്ട് എന്ന് സാറ് പറയുമ്പോൾ ഞാൻ അതിനെ പറയുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ്. കാര്യം അവിചാരിതമായ കാര്യങ്ങൾ ഗുരു എനിക്ക് വേണ്ടിയിട്ടും കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മ തന്നെ, ആ ഒരു ചിന്ത തന്നെ വളരെ എന്താ അതിന് പറയാൻ വാക്കുകളില്ല. ആ ഗുരുദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുക. അപ്പോൾ ഇതും ഒരവസരം എന്നല്ല, ഇതിനെ ഒരു അനുഗ്രഹം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. എന്നെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇവിടെ ഇരിക്കുന്നവർ തന്നെ വിചാരിക്കുന്നു ഞാൻ ആരാണ്, കാര്യം ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അത് സത്യമാണ്. കാരണം ഞാൻ എൻ്റെ പരിപാടികളൊന്നും സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല. അതുകൊണ്ട് തന്നെ എന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തിരഞ്ഞാലും കാണില്ല. വളരെ അപൂർവമായിട്ട് ഒരെണ്ണമല്ലോ. പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ ഇവിടെ വന്ന് നിൽക്കാൻ, ഇവിടെ വന്നത് പറയാൻ, എല്ലാത്തിനും ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അധികാരി സ്ഥാനം, അല്ലെങ്കിൽ എന്താണ് ഇവരെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നൊരു സാധാരണ വീട്ടമ്മയാണ്. പക്ഷെ കുറേ വർഷങ്ങളായിട്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ചും അതുപോലെ തന്നെ ആധ്യാത്മികമായ വേറെയും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം സോഷ്യൽ ഗ്യാതറിങ്സ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് മാറ്റി ഗൂഗിൾ ഓൺലൈനിലാണ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ആഴ്ചയിൽ 3 ക്ലാസ്സുകളാണ്. ഇത് പറയാനാണോ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ അല്ല, എന്നെ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്നെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ, ദാറ്റ്സ് ഓൾ. അപ്പോൾ മാത്രവുമല്ല, ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ആ ക്ലാസ്സിലേക്ക് ചേരാനും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ കൂടി വേണം. അതായത് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം, കാര്യം ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം, തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 4:30 വരെ ഞാൻ ഗൂഗിൾ ഓൺലൈനിലൂടെ സൗജന്യമായി 4 വർഷമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ചുമാണ്. പക്ഷേ വെള്ളിയാഴ്ച മറ്റുള്ള ആചാര്യന്മാരുടേത്, അതായത് ഇപ്പം രാമായണം തുടങ്ങിയിട്ടുണ്ട്. രാമായണത്തിൻ്റെ കഥയൊന്നുമല്ല, രാമായണത്തിൻ്റെ തത്വങ്ങളാണ് പറയുന്നത്. കഥയൊക്കെ വായിക്കാൻ നമുക്ക് ബാലിതമ്മയും, ഇപ്പം കഥ വായിക്കാൻ രാമായണത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. പക്ഷെ അതിനെ തത്വവിചാരം ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നാരായണീയം, അതുപോലെ ഉപനിഷദ്ധ്യാന മന്ത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭാഗവതത്തിലേത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ്, തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച. ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 4:30 വരെയാണ്. എല്ലാ ദിവസവും സെയിം ലിങ്കാണ്, അതിന് മാറ്റമില്ല. ആർക്കെങ്കിലും ചേരണമെങ്കിൽ എല്ലാവരെയും ഞാൻ സഹർഷം എൻ്റെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗജന്യമാണ് ക്ലാസ്സുകൾ. എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഓഫീസിലുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് എല്ലാവരെയും പ്രൗഢമായി ഈ സദസ്സിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് ഗുരുദേവനെ കുറിച്ച് ആരോട് ചോദിച്ചാലും, കേരളത്തിൽ ആരോട് ചോദിച്ചാലും 2-3 വാചകങ്ങൾ ഗുരുദേവനെ പറ്റി പറയും. അതേത് സമൂഹത്തിലും സമാജത്തിലും ഉള്ളവരായാലും. കാരണം 2 പബ്ലിക് ഹോളിഡേയ്സ് വരുന്നുണ്ട്, അതുപോലെ തീർത്ഥാടനം വരുന്നുണ്ട്, പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നാരായണീയരെന്ന് അഭിമാനിക്കുന്ന നാരായണീയരോട് ചോദിക്കുകയാണ് ആരാണ് ഗുരുദേവൻ എന്ന് ചോദിച്ചാൽ അവരും തീർച്ചയായിട്ടും ഒരു 10 വാചകങ്ങൾ പറയും.
എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഗുരുദേവൻ എവിടെ ജനിച്ചു, മാതാപിതാക്കൾ ആരാണ്, അല്ലെങ്കിൽ തീർത്ഥാടനത്തെ പറ്റി, അല്ലെങ്കിൽ അരുവിപ്പുറം പ്രതിഷ്ഠയെ പറ്റിയൊക്കെ പറയും. പക്ഷേ ഗുരുദേവൻ ആരാണ്, ഗുരുദേവൻ എന്താണ് ഇവിടെ ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഗുരുദേവന്റെ മഹത്വം, എന്തുകൊണ്ടാണ് നമുക്കിന്ന് ഇതുപോലെയെല്ലാം ജീവിക്കാൻ സാധിക്കുന്നത് എന്നെങ്ങാനും നമ്മൾ ആരോടേലും ചോദിച്ചാൽ, നെഞ്ചത്ത് കൈവച്ചൊന്ന് എഴുന്നേറ്റ് നിന്ന് 10 വാചകം അത് പറയാമോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമാണ് ആൾക്കാർക്ക് പറയാൻ. കാര്യം നമ്മളിപ്പോഴും ഗുരുദേവനെ പറ്റി കേൾക്കുമ്പോൾ, അതൊരു മൈക്ക് കിട്ടുന്നിടത്താവട്ടെ, അതൊരു അമ്പലപ്പറമ്പിലാവട്ടെ, അതൊരു ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലാവട്ടെ, അത് ആരും പറയുന്നതാവട്ടെ, രാഷ്ട്രീയക്കാരെന്നോ ആത്മീയ പ്രഭാഷകരെന്നോ സാധാരണ സമൂഹത്തിൽപ്പെട്ടവരെന്നോ കലാകാരന്മാരെന്നോ ആരുമാകട്ടെ, നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് 100 വർഷങ്ങൾക്കപ്പുറത്തെ കാര്യം പറഞ്ഞു തുടങ്ങും. ഈ 100 വർഷങ്ങൾക്കപ്പുറത്തെ കാര്യങ്ങൾ എന്തിനാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്? പറയണോ പറയണ്ടായോ എന്നില്ലുള്ളതല്ല, പക്ഷെ അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഈ 100 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മൾ മാത്രമല്ല, നമ്മളുടെ താഴെയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാ സമൂഹത്തെയും എല്ലാ സമാജത്തെയും എങ്ങനെയാണ് ഗുരുദേവൻ ഈ പൊതുധാരയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ഈ 100 വർഷത്തിന് മുമ്പത്തെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഘോരം. അപ്പോൾ ശരിക്കും നമ്മൾ ഗുരുദേവനെ പറ്റി എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണത് പറയാൻ. നമ്മൾ പിന്നെ ഈ ബസ്സിൻ്റെ സൈഡ് ബോർഡിലും ഈ മഞ്ഞ തുണിയേലും പിന്നെ ഈ ഭിത്തിയേലും വീടിൻ്റെ മേൽക്കൂരയുടെ മേളിലുമൊക്കെ ഈ കുറേ ഗുരുദേവന്റെ വാചകങ്ങൾ എഴുതി കണ്ട് ഗുരുദേവന്റെ ആ ശരിക്കുമുള്ള മഹത്വം അറിയാതെയായിപ്പോയി. അപ്പോൾ ഗുരുദേവനെ ശരിക്കും എങ്ങനെയാണ് അറിയേണ്ടത്, ഗുരുദേവന്റെ മഹത്വം എങ്ങനെയാണ് അറിയേണ്ടത്, ഗുരുദേവൻ എന്താണ് നമുക്ക് തന്ന സന്ദേശം? നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഗുരുദേവൻ ഇങ്ങനെ സാമൂഹിക പരിഷ്കർത്താവാണെന്നുള്ളതിൽ കിടക്കുകയാണ്. അത് തന്നെ തെറ്റാണ്. സാമൂഹ്യ പരിഷ്കർത്താവെന്നാണ് നമ്മളുടെ എല്ലാവരും പറയുന്നതെങ്കിലും ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു. കാരണം ഗുരുദേവന്റെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവല്ല. കാര്യം പരിഷ്കാരം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രം നാം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ആൺകുട്ടികളുടെ ഹെയർ സ്റ്റൈൽ അതൊരു കാലത്ത് കുരുവിക്കൂട് പോലെയായിരുന്നു, പിന്നെ അത് ഹിപ്പി സ്റ്റൈലിലായി, പിന്നെ അത് മുട്ട പോലെയായി, പിന്നെ അങ്ങനെ ഈ പോകുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിൻ്റെ പേരാണ് പരിഷ്കാരം. ഞങ്ങളുടെയൊക്കെ വസ്ത്രധാരണം. അപ്പൊ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലഘട്ടത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഗുരുദേവൻ ചെയ്തത് ഈ ചെറിയ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ഒരു 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 ചേഞ്ച് ആയിരുന്നു, പരിഷ്കാരമായിരുന്നുവെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് തീരണമായിരുന്നു, അടുത്ത പരിഷ്കാരം വരണമായിരുന്നു. പക്ഷെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഗുരുദേവൻ നടത്തിയത് പരിഷ്കാരമല്ല, ഗുരുദേവൻ ചെയ്തത് പരിവർത്തനമാണ് ഗുരുദേവൻ ചെയ്തത്, പരിഷ്കാരമല്ല. അതിന് ഗുരുദേവൻ എഴുതി വെച്ചു അരുവിപ്പുറത്ത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 4 വരികൾ. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇത് ഗുരുദേവൻ എവിടെയാണ് എഴുതിയത്? നമ്മളെല്ലാവരും കാണാപ്പാടം പറയും, അതിങ്ങനെ അരുവിപ്പുറത്തെ ആദ്യ പ്രതിഷ്ഠയിലാണെന്ന്. പക്ഷെ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അരുവിപ്പുറത്ത് എഴുതി വെച്ചത് ഈ 4 വരികൾ അരുവിപ്പുറത്ത് അല്ല ശരിക്കും എഴുതി വെച്ചത്, പിന്നെ കേരളീയരുടെ ഇവിടെയാണ് എഴുതി വെച്ചത്. എല്ലാ ജാതി മതസ്ഥരുടെയും ഇവിടെയാണ് ഗുരുദേവൻ അത് എഴുതി വെച്ചത്. അതാണ് ഗുരുദേവൻ നടത്തിയ പരിവർത്തനം. അല്ലാതെ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി, അത് ശരി തന്നെയാണ്. പക്ഷെ അത് ആ ഒരു വിത്തുകൾ, ആ 4 വരിയുടെ വിത്തുകൾ ഗുരുദേവൻ വിതച്ചത് മനുഷ്യ മനസ്സിലാണ്. അല്ലാതെ അരുവിപ്പുറത്ത് നടത്തിയേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല, ഗുരുക്കന്മാർ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എനിക്കിവിടെ നിന്നത് നിങ്ങളോട് പറയാനുള്ള ഏതോ വാചകമാണെന്നാണ്. അത് തന്നെയാണ് നമ്മളുടെ ഒരു തെറ്റും. അത് ആ പറയുന്ന കാര്യങ്ങളെ തിരിച്ചിട്ടത് നമ്മളോട് പറയേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ നമ്മളിവിടെ നിന്ന് മറ്റുള്ളവരെ നന്നാക്കാനുള്ള കാര്യങ്ങളല്ല. അതെപ്പോഴാണോ
നമ്മളുടെ മനസ്സിൽ ആ 4 വരി നട്ട് വളർന്ന് പൂവിട്ട് കായിടുമ്പോൾ അങ്ങനെയാണ് ഓരോ മനുഷ്യ മനസ്സും നന്നാവുന്നത്. ഗുരുദേവൻ നടത്തിയതപ്പോൾ മാനസിക പരിവർത്തനമാണ്. അങ്ങനെയുള്ള പരിവർത്തനം എന്തെല്ലാമാണ് ഗുരുദേവൻ നടത്തിയതെന്നറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ഗുരുദേവന്റെ കൃതികൾ പഠിക്കുക എന്നും മാത്രം. അല്ലാതെ ഈ 100 വർഷത്തെ കഥകൾ പറഞ്ഞ് സെന്റിമെന്റ്സ് ഉണ്ടാക്കുകയല്ല. ഗുരുദേവന്റെ ദർശനം എന്ത്, ഗുരുദേവൻ എന്താണ് പറഞ്ഞു തന്നതെന്നൊക്കെ അറിയാൻ ഗുരുദേവന്റെ കൃതികൾ മാത്രം പഠിച്ചാൽ മതി. അതിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നത്, ഗുരുദേവന്റെ ഒരു വാക്ക്, ഗുരുദേവന്റെ ഒരു വാചകമൊക്കെ എടുത്ത് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിച്ചുകൊണ്ട് ഇതാണ് ഗുരുദേവന്റെ സന്ദേശമെന്ന് പറയുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരിന്ന് സുഖത്തിനായി വരണമെന്ന് പലയിടത്തും എഴുതി വെക്കുമ്പോൾ ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അതിന്റെ മുകളിലെ 2 വരി അറിയാതെ പറ്റില്ല. അവരിങ്ങനെ അറിയുന്നതൊക്കെ ഓർത്താൽ അവനെ അതിനുമായ ആത്മരൂപം അതൊരു എക്സ്പ്ലെയിൻ ചെയ്യാതെ അടുത്ത 2 വരികളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരാനുള്ള ഒരു സന്തോഷം, ഇവിടെ ഈ 1 മാസക്കാലം ഗുരുദേവ കൃതികളുടെ പഠനം നടത്തുന്നു. അത് എത്ര പേർ കേട്ടു എന്നുള്ളതല്ല, ഒരാളെങ്കിൽ ഒരാൾ, 10 പേരെങ്കിൽ 10 പേർ ഗുരുദേവ കൃതികളെ പഠിക്കുവാനായി ഇങ്ങനെ ഒരു സംരംഭം ഈ കർക്കിടക മാസത്തിൽ ഇവിടെ നടത്തുന്നത് എത്രയായാലും അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത് നടത്തുന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും ഇത് തുടരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഗുരുദേവന്റെ ശ്ലോകത്രയി എന്ന കൃതിയിലേക്ക്. താങ്ക് യു. ശ്ലോകത്രയി അല്പമൊന്ന് നോക്കാതെ പറയാൻ പറ്റില്ല, കാര്യം അത് പറ്റിയാണല്ലോ. ശ്ലോകത്രയി എന്ന ഗുരുദേവന്റെ ഈ കൃതി നമ്മൾക്കറിയാം 3 ശ്ലോകങ്ങളുള്ള സംസ്കൃതത്തിൽ എഴുതിയ ഒരു കൃതിയാണ്. പലരും ഇത് കേട്ടിട്ട് തന്നെ ഇല്ല. കാര്യം എന്താണ് ഇതിൽ പറയുന്നതെന്ന് വായിച്ചാൽ ഒരു പിടിയും കിട്ടാത്ത ഒരു കൃതിയാണ് ശ്ലോകത്രയി. അപ്പോൾ 3 ശ്ലോകങ്ങളുള്ളത്. അതുപോലെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് വേദത്രയി. ശ്ലോകത്രയി പോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് വേദത്രയി എന്ന വാക്കും. അപ്പോൾ നാം അതിനെ വിചാരിച്ചു വേദങ്ങൾ 3 വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദമാണ്. അഥർവവേദം പിന്നീട് എപ്പോഴോ വന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ വേദത്രയി എന്ന് പറയുന്നത്. നമ്മൾ വേദത്രയി നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ത്രയി എന്നുള്ള വാക്ക്. അപ്പോൾ വേദത്രയി എന്ന് പറയുമ്പോൾ 3 വേദങ്ങളെയാണ് പറയുന്നത്. അഥർവവേദം പിന്നീടാണ് വന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇതെല്ലാം ഒരുമിച്ച് വന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് വേദത്രയി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ 4 വേദങ്ങളും എഴുതിയിരിക്കുന്നത് ഗദ്യ, പദ്യ, ഗാനരൂപത്തിലാണ്. ഈ 3 മീറ്ററിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദത്രയി എന്ന് പറയുന്നത്. അത് പറയേണ്ട കാര്യമില്ല, എങ്കിലും അത് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു. അപ്പോൾ പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലും ഗാനരൂപത്തിലുമാണ് ഈ 4 വേദങ്ങളെയും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വേദത്രയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ശ്ലോകത്രയി എന്ന കൃതിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ കൃതി അങ്ങോട്ട് ഞാനിപ്പോൾ വായിച്ചതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ഉള്ളിലേക്ക് കയറുക. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിലുള്ള അല്പം കാര്യം പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിലുള്ള കുറച്ച് വസ്തുതകൾ നമ്മൾ അറിയുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ ഇത് നേരിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം ഏകദേശം ഈ ഭൂമുഖത്ത് 120-നും 140-നും 150-നും ഇടയ്ക്ക് സംസ്കാരങ്ങൾ ഈ ഭൂമുഖത്തുണ്ടായിട്ടുണ്ട്. അത് ബാബിലോണിയൻ എന്നായാലും ഈജിപ്ഷ്യൻ എന്നായാലും ഇൻകാ സംസ്കാരം എന്നായാലും മായൻ സംസ്കാരം എന്നായാലും എന്തു തന്നെയാവട്ടെ, ഈ സംസ്കാരങ്ങളുടെ ഒന്നും പൊടി പോലും ഇല്ലാത്തപ്പോൾ ഇന്നും ഭാരതീയ സംസ്കാരം അവിടെ ഇവിടെയൊക്കെ ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ടായിരിക്കാം.
പക്ഷെ എന്തുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നത്? പടിഞ്ഞാറൻ നാടുകളെല്ലാം തന്നെ ഇന്നും ഭാരതത്തെ ഉറ്റുനോക്കുന്നത് ഇവിടുത്തെ സൗന്ദര്യം കൊണ്ടോ, ഇവിടുത്തെ ധനം കൊണ്ടോ, ഇവിടുത്തെ രാഷ്ട്രീയം കൊണ്ടോ, ഇവിടുത്തെ വേറെ എന്തെങ്കിലും മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഇവിടെ ഒരു സംസ്കാരത്തിൻ്റെ ലാഞ്ചന അടയാളങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ഒരു കുഞ്ഞിനെ അമ്മ ഗർഭം ധരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, കുഞ്ഞുണ്ടായാൽ, കുഞ്ഞ് സ്കൂളിൽ പോകാറായാൽ, വിവാഹശേഷം, ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുമ്പോൾ, മരിക്കുന്നത് വരെ, ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ, നമ്മുടെ സനാതനധർമ്മത്തിലെ ഷോഡശ സംസ്കാരത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് രണ്ടാം യുഗത്തിലായാലും ശ്രീരാമചന്ദ്ര പ്രഭു ത്രേതായുഗത്തിൽ ജീവിച്ചപ്പോഴും നമ്മൾ ഈ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല, അതിലെല്ലാം തന്നെ ഈ സംസ്കാരത്തിൻ്റെ, അവർ സ്കൂളിൽ പോയ കാര്യവും ഗുരുവിനെ കണ്ട കാര്യവും എഴുതിയിരിക്കുന്നു. അതൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളിതൊക്കെ ഷോഡശ സംസ്കാരത്തിനുള്ളതാണ്, ഭാരതീയ സംസ്കാരത്തിനുള്ളതാണെന്ന് നമ്മൾക്കറിയില്ലായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്നും നമ്മളുടെ രക്തത്തിൽ അതുണ്ട്, നമ്മൾ അറിയാതെ നമ്മളത് ഫോളോ ചെയ്യും. അപ്പോൾ ആ നമ്മുടെ ഭാരതീയ സംസ്കാരം, അതും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകളെന്ന് പറയാൻ വയ്യാത്ത അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഈ സംസ്കാരം ഇന്നും നാം അറിയാഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്നതാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ ഒരു നേട്ടം. സോറി, ഞങ്ങോട്ടാ പറയുന്നു, കിട്ടുന്നില്ല. മോനെ പറയുമ്പോൾ കേൾക്കുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മളുടെ ആചാര്യന്മാർ, നമ്മളുടെ പൂർവ്വ ആചാര്യന്മാർ, മനുഷ്യർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്, അവർക്ക് ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം എന്ത്, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതും നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി ഈ സർവ്വചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിനൊരു കാരണമുണ്ടോ? ഈ കാരണത്തിനെ എല്ലാം അന്വേഷിക്കുന്ന ഈ ചെറിയ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പത്തനംതിട്ടയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്ന, കോന്നിക്കടുത്തുള്ള കൂടൽ എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്ന ഞാൻ എന്ന വ്യക്തിക്ക് പോലും ഈ പ്രപഞ്ചത്തിൻ്റെ കാരണത്തെ അറിയുവാൻ സാധിക്കുന്നു എങ്കിൽ, അറിയാൻ സാധിക്കുന്നത് പോട്ടെ, ശ്രമിക്കുന്നു എങ്കിൽ പോലും, അപ്പോൾ നമ്മൾ ചെറിയ പുള്ളികളൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. അപ്പം നമ്മളെല്ലാം തമ്മിൽ എവിടെയൊക്കെയോ ഒരു ബന്ധം നിലനിൽക്കുന്നു. നമ്മൾ, പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾ, പ്രപഞ്ചം, പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ഒരു സത്യം. ഇപ്പോൾ അതേത് സത്യം എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മൾ ആ ഒരു പ്രപഞ്ച സത്യത്തിൻ്റെ, ആ പ്രപഞ്ച സത്യത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും ആശ്രയമായിരിക്കുന്നതെന്ന്, സർവ്വചരാചരങ്ങൾക്കും നിദാനമായിരിക്കുന്നതെന്ന് ആരുടെ നിയന്ത്രണത്തിലാണ് ഈ സൂര്യൻ ദിവസവും ഉദിക്കുന്നത്, കാറ്റ് വീശുന്നത്, മൃത്യു വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ നാം കരുതുന്നു എന്തോ ഒരു സത്യമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക? ഞാൻ കഴിക്കുന്ന ഒരു ആഹാരം ഞാൻ 1 മിനിറ്റ് പോലും തൊണ്ടയിൽ കഴിഞ്ഞാൽ, പിന്നെ അത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഉടൻ തന്നെ അതിൻ്റെ ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ടായി
അതിനെ ഉടൻ തന്നെ അതിനെ ദഹിപ്പിച്ച് അതിൻ്റെ സിംഹഭാഗം മലമൂത്ര വിസർജനാദികളായി വെളിയിലേക്ക് പോകുന്നു. ബാക്കിയുള്ളവ നമ്മളുടെ എല്ലും പല്ലും നഖവും മാംസവുമായി രൂപപ്പെടുന്നു. അല്ലാതെ നമ്മൾ എല്ലും പല്ലും നഖവും കഴിച്ചിട്ടല്ലല്ലോ നമ്മളുടെ ഇതൊന്നും രൂപപ്പെടുന്നത്, അല്ല. അപ്പൊ പിന്നീട് ആ ആഹാരത്തിന്റെ സൂക്ഷ്മരൂപം നമ്മളുടെ മനസ്സായിത്തീരുന്നു. അതൊക്കെ ഇന്ന് നമ്മളുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞപ്പോൾ നമുക്കതുകൊണ്ട് വിശ്വാസം പോരായിരുന്നു. ഇന്ന് പാശ്ചാത്യർ അത് പറയുമ്പോൾ അതെയോ കറക്റ്റാണ്, അത് ശരിയാണ്, അവർ പറഞ്ഞാൽ ശരി, നമ്മളുടെ ഭൃഗു മഹർഷി പറഞ്ഞെന്നോ നമ്മളുടെ വാത്മീകി മഹർഷി പറഞ്ഞെന്നോ നമ്മുടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഗുരുദേവൻ പറഞ്ഞെന്നോ പറഞ്ഞാൽ ഏയ് ശരിയല്ല, അവര് പറഞ്ഞു എന്നാൽ ശരി ആവട്ടെ, അങ്ങനെയും ആവട്ടെ, അങ്ങനെയും നമ്മൾ വിശ്വസിച്ചാൽ മതി. അപ്പം എൻ്റെ ഉള്ളിലേക്ക് പോയ ഈ ആഹാരത്തെ ആരാണ് ഇങ്ങനെയെല്ലാം 3 ഭാഗങ്ങളാക്കിയത്? ഞാനല്ലല്ലോ. ഞാൻ ഇന്ന് ഞാൻ ഇന്നിവിടെ ശ്ലോകത്രയും സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴൊക്കെയോ വായിച്ച കാര്യങ്ങൾ എൻ്റെ എൻ്റെ സ്റ്റോർ റൂമിൽ നിന്നെടുത്ത് അതിനെ ചിന്തകളാക്കി ആ ചിന്തകൾക്ക് വേണ്ടുന്ന വാക്കുകളെ എൻ്റെ ഉള്ളിൽ രൂപം കൊടുത്ത് അതിനെ എൻ്റെ നാവിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ആര്? കാര്യം എൻ്റെ ചിന്തകളെ പെട്ടെന്ന് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് വാക്കുകളായിട്ട് ഇങ്ങ് വരികയാണ്. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഏതോ ഒരു ശക്തിവിശേഷം എന്ന് നമ്മൾ പറയുന്നു. തൽക്കാലം ആ വാക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ശക്തിവിശേഷം എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പ്രപഞ്ചത്തിൽ ഒരു പയറുവിത്ത് നട്ടാൽ ആ പയറുവിത്ത് വെയിൽ നോക്കി സൂര്യപ്രകാശത്തിലേക്ക് പോകാറുണ്ട് വളരാനില്ലേ? ഓർമ്മ. അപ്പൊ കല്ലത്ത് നട്ടാലും അവിടെ നിന്നാൽ അതിൽ ആവശ്യത്തിന് പയറുവിത്തോ മണികളോ ഉണ്ടാവാറില്ല. ആരാണ് ആ പയറിനോട് പറഞ്ഞത് നീ നീങ്ങി വെയിലത്തോട്ട് പൊക്കോളാൻ? അതൊരു ശക്തിവിശേഷം ഇല്ലേ? അതിലും ഒരു ശക്തിവിശേഷമുണ്ട്. ഒരു കോഴിക്കുഞ്ഞിനെ കുളത്തിൻകരയിൽ കൊണ്ട് നിർത്തിയാൽ വെള്ളത്തിലേക്ക് കോഴിക്കുഞ്ഞെടുത്ത് ചാടില്ല. അതിനറിയാം ഞാൻ മുങ്ങിയാൽ പൊങ്ങി വരില്ല എന്ന്. പക്ഷെ ഒരു താറാവിൻ കുഞ്ഞിനെയോ ചാടും. ആരാണ് അതെന്താ? ഏത് ബാലവാടിയിൽ പോയാൽ അത് പഠിച്ചത്? ഏത് ഗവൺമെന്റിൽ പോയാൽ അത് പഠിച്ചത്? ഞാൻ വെള്ളത്തിൽ പോയാൽ എനിക്ക് നീന്താൻ പറ്റുമെന്ന് പഠിച്ചില്ലല്ലോ. അപ്പോൾ അതിലും ഒരു ശക്തിവിശേഷമുണ്ട്. ഒരു പശു പുല്ല് തിന്ന് അങ്ങനെ പോകുമ്പോൾ അവിടെ കുറെ പുല്ല് വളർന്നു നിൽക്കും. പശു തിന്നാത്ത, ഞങ്ങളുടെ നാട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റ് വെച്ചതാ പറയുന്നത്. ഇതാണോ ഇവിടെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പറയുമോ? അപ്പൊ പശു പക്ഷെ അത് തിന്നില്ല. അതെന്താ? പശു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ്? അല്ലല്ലോ. അപ്പോൾ പശുവിന്റെ ഉള്ളിലും അറിയാം ഇതെനിക്ക് പറ്റില്ല എന്ന്. അപ്പോൾ ആരാണ് ആ ജ്ഞാനം ആ പശുവിന് കൊടുത്തത്? അത് ഇൻഫന്റ് ജീസസ് സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ല. ഈ സൂര്യൻ ഉദിക്കുന്നു, ഈ ചന്ദ്രൻ, എല്ലാം കൃത്യത്തിൽ. ഇപ്പോൾ ജീവനുള്ള എല്ലാ കാര്യങ്ങളുടെയും നമ്മൾ ഒന്ന് റഫായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി അപ്പോൾ നമ്മൾ പറയും സർവ്വചരാചരങ്ങളിലും ഒരു ശക്തിവിശേഷമുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശക്തിവിശേഷം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ഏകദേശം 83 ലക്ഷത്തിലോളം ജന്തുക്കളുണ്ട് ഈ ഈ ലോകത്തുണ്ട് എന്നാണ് ഞാൻ പറയുന്നതല്ല, ഗൂഗിൾ ഗുരു പറയുന്നു. ഗൂഗിൾ ഗുരു പറയുന്നു അത്രയും ഉണ്ടെന്ന്. അതുപോലെ തന്നെ 4 ലക്ഷത്തിൽ ചെല്ലുവാനും ചെടികൾ, 5 ലക്ഷത്തിൽ പരം വൃക്ഷങ്ങൾ എല്ലാം ഈ ഭൂമുഖത്തുണ്ടെന്ന് പറയുമ്പോൾ ഇവയിലെല്ലാം തന്നെ അവയ്ക്ക് നിൽക്കേണ്ടതായ ഒരു സ്ഥാനം, അവരുടെ സ്ട്രക്ചർ ഓഫ് ദെയർ, അവരുടെ മരമായാലും ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന മീനായാലും അത് വെള്ളം കയറി ചാവുന്നില്ല. ഇതിനെയൊക്കെ ആരാണ് ഇത്ര നന്നായി, ഇത്ര സൂക്ഷ്മമായി, ഇത്ര കലാപരമായി ചെയ്തിരിക്കുന്ന ഈ പ്രകൃതി? ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്? പ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ എന്താ? അപ്പൊ നമ്മൾ പറയും പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് വയനാട്ടിൽ, അല്ലെ സോറി അവിടെ പോകാൻ പാടില്ല, വേറെ ഏതെങ്കിലും സ്ഥലം പറയാം, ഷിംലയിലെന്നോ കാശ്മീരിലൊക്കെ പോയാൽ പ്രകൃതി ഭംഗി എന്ന് പറയും. പ്രകൃതി എന്ന് പറഞ്ഞാൽ അതല്ല ഇതിൻ്റെ അർത്ഥം. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകർഷണ കൃതമായത്, നന്നായി ചെയ്യപ്പെട്ടത്, ഗ്ലോറിയസ്ലി ഡൺ, റിച്ച് ഫൈനായി ചെയ്യപ്പെട്ടത് എന്നൊരർത്ഥമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പ്രകൃതി ഇത്ര ഭംഗിയായി ആരാണ് ഇതിൻ്റെ പുറകിലുള്ള നിദാനമായി പ്രവർത്തിക്കുന്നത്? ആരാണ് ഇതിൻ്റെ പുറകില് ഒരു കാരണക്കാരൻ? ഏത് കാര്യത്തിനും ഒരു കാരണം വേണമല്ലോ.
ദോശയും ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ അരിയും ഉഴുന്നുമില്ലാതെ ദോശയാകില്ല. പിന്നെ നമുക്ക് അതിനെ ഇഡലിയാക്കാം, അല്ല അരി ഉണ്ടെങ്കിൽ അതിനെ അപ്പമാക്കാം, ഇടിയപ്പമാക്കാം, പൊറോട്ട ആക്കാം. പക്ഷെ അതിന് കാരണമായിരിക്കുന്നത് അരി തന്നെയാണ്. അതൊരു ചെറിയ ഉദാഹരണമാണ്. ഈ പറയുന്ന വലിയ വേദാന്ത ശാസ്ത്രത്തെ കമ്പയർ ചെയ്യാൻ അത് പോരാ എങ്കിൽ പോലും. അപ്പോൾ നമ്മൾ ജീവനുള്ള എല്ലാ കാര്യത്തിൻ്റെയും നമ്മൾ പറഞ്ഞു ഇതിനകത്തെല്ലാം ഒരു ശക്തിവിശേഷമുണ്ട്. നമ്മൾ തൽക്കാലം ശക്തിവിശേഷം എന്നുള്ളൊരു ശക്തി കൊണ്ട്, അതിൻ്റെ വിശേഷണയുള്ള രൂപം കൊണ്ട് ഈ പറയുന്ന ജീവനുള്ള വസ്തുക്കളെ എല്ലാം അത് നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളിൽ ചോദ്യം വരാവുന്നത്, അങ്ങനെയാണെങ്കിൽ സർവചരാചരങ്ങളിലും ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ സർവചരാചരം ചരവും അചരവുമായത്, അനങ്ങുന്നതെന്നോ അനങ്ങാത്തതെന്നോ നടക്കുന്നതെന്നും നടക്കാത്തതെന്നോ ഒക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജീവനില്ലാത്തതിലും ഈശ്വരനുണ്ടോ? നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതാണ്, നിങ്ങളുടെ ഈശ്വരൻ ഈ കല്ലിലുണ്ടോ മണ്ണിലുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കണം. പ്രത്യേകിച്ചും ഈ വലിയ, ഞാനെപ്പോഴും പറയാറുള്ള പോലെ വലിയ യുക്തിയൊന്നും ഇല്ലാത്ത ചില യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അവിടെ നമുക്ക് ഉത്തരം മുട്ടിപ്പോകും. പക്ഷെ നമ്മളുടെ മഹർഷീശ്വരന്മാർ കൃത്യമായിട്ട് അതിനൊരു ഉത്തരം എഴുതി വെച്ചിരിക്കുന്നു. അവർ പറയുന്നു, ഇന്ന് നോബൽ സമ്മാനം മേടിച്ച ഗോഡ്സ് ഓൺ പാർട്ടിക്കിൾ കണ്ടുപിടിച്ച സയന്റിസ്റ്റുകൾ അവരെന്താണ് കണ്ടുപിടിച്ചത്? ഇങ്ങനെ എല്ലാ ജീവനില്ലാത്ത വസ്തുക്കളും കണങ്ങളുണ്ട്, അതിനെ അവർ ഗോഡ്സ് ഓൺ പാർട്ടിക്കിൾ എന്ന് വിളിച്ചു. നമ്മളെല്ലാവരും കൈയടിച്ചതിനെ പ്രോത്സാഹിപ്പിച്ചു, കൈയടിച്ചതിനെ അനുമോദിച്ചു. അപ്പോഴും ഇത് നമുക്കറിയാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ കണാദ മഹർഷിക്ക് ആ പേര് വന്നത് തന്നെ കണങ്ങളെ പറ്റി പഠിച്ചെഴുതി വെച്ചതുകൊണ്ടാണ്. വൈശേഷികമെന്ന അതിലേക്ക് നമുക്ക് വരാം. കണാദ മഹർഷി കണങ്ങളെ പറ്റി പഠിച്ചെഴുതിയതുകൊണ്ടാണ് കണാദ മഹർഷി എന്നുള്ള പേര് പോലും വന്നത്, കണങ്ങളെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ധർമ്മശാസ്ത്രത്തിൽ, നമ്മളുടെ ഈ ഭാരതീയ ചിന്താധാരയിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് അധികം കടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കാൻ ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കി തരുന്നു. അത് കേൾക്കാനും ഇത്രയും പേർ വരുന്നു എന്നുള്ളത് വളരെ ഒരു ഗുരുദേവ കൃപ തന്നെയാണെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ജീവനില്ലാത്തതിൽ ഇങ്ങനെ ഒരു ശക്തിവിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്നു. ഈ മൈക്കിനെ പൊടിച്ച് ഏറ്റവും ചെറിയ ഭസ്മപ്പൊടിയാക്കി എന്ന് വിചാരിക്കും. നമ്മളതിനെ നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷയിൽ അതിനെ ആറ്റം എന്ന് വിളിക്കും, നമ്മളുടെ മലയാളം ഭാഷയിൽ കണങ്ങളെന്ന് പറയും, കണിക എന്ന് പറയും. ഈ പറയുന്ന ഈ ജീവനില്ല എന്ന് പറയുന്ന ഈ മൈക്കിനെ ഏറ്റവും ചെറിയ ഭസ്മപ്പൊടിയാക്കിയാൽ പോലും അതിനെ നമ്മൾ ആറ്റമെന്നോ സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്നോ അല്ലെങ്കിൽ കോർക്ക് തിയറി എന്നോ സ്ട്രിംഗ് തിയറി എന്നോ വാട്ടെവർ യു കോൾ ഇറ്റ്, വാട്ടെവർ യു ക്യാൻ നെയിം ഇറ്റ്, ആ ഒരു ചെറിയ ആറ്റത്തിൽ പോലും, അതായത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് എടുക്കാവുന്ന ആറ്റത്തിൽ പോലും ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു അതിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിലൊരു പ്രോട്ടോണും ന്യൂട്രോണും ദ്രുതവേഗത്തിൽ ഒന്നേ തൊടാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ നിലനിൽക്കുന്നത് എന്നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് ആറ്റങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ ഈ മൈക്ക്. ആ ആറ്റത്തിനെ ഭസ്മപ്പൊടിയാക്കിയാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചർ, ഇങ്ങനെ ഇത് കറങ്ങണം, ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇങ്ങനെ കറങ്ങണം, അതിന്റെ ന്യൂക്ലിയസ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ആരാണ് അതിന് നിയമം ഉണ്ടാക്കിയത്? അപ്പോൾ അതിലുമുണ്ട് ഒരു ശക്തിവിശേഷം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്, അതുകൊണ്ട് ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു പൊടി പൂവില സംഖ്യ എന്ന് പറയുന്നുണ്ട്. നമ്മൾക്ക് ഒരുപാട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ നമ്മൾക്കറിയാം, തുടങ്ങിയത് തന്നെ 6:30 അതുകൊണ്ട് ഇവിടെ പിന്നെ ഒരുപാട് വളരെ പ്രബുദ്ധരായ ഒരു ഓഡിയൻസ് ആണ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ടും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊരു കാര്യകാരണ ബന്ധം എല്ലാ വസ്തുക്കളിലും നാം കാണുന്നു.
അപ്പോൾ ഭാരതീയ നമ്മളുടെ പൂർവാചാര്യന്മാരാണ് പാശ്ചാത്യരോട് ആദ്യമായി പറഞ്ഞത്, നമ്മൾക്കൊരു സ്ഥൂല ശരീരം മാത്രമല്ല, നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷികൾക്ക്, പക്ഷിമൃഗാദികൾക്ക്, വൃക്ഷലതാദികൾക്ക്, ജീവനില്ലാത്ത വസ്തുക്കൾക്കെല്ലാം തന്നെ ഒരു സ്ഥൂല ശരീരം മാത്രമല്ല എന്നും അതിന് പുറകിലൊരു മനസ്സുണ്ട്, അതിൻ്റെ പുറകിലൊരു ബുദ്ധിയുണ്ട്, അതുമാത്രമല്ല അതിൻ്റെ പുറകിലൊരു ശക്തിവിശേഷമുണ്ട് എന്ന് ആദ്യമായി ഈ ലോകത്തോട് പറഞ്ഞത് നമ്മളുടെ ഭാരതീയ ധർമാചാര്യന്മാരാണ്. അവർ ഈ സത്യത്തെ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ കണ്ട് അവർ അതിനെ അനുഭവിച്ച് അവർ അതിനെ ആ സത്യത്തെ എഴുതി വെച്ചതാണ് നമ്മളുടെ വേദശാസ്ത്രങ്ങളെല്ലാം. ഞാൻ വിഷയത്തിൽ നിന്നൊന്നും മാറിപ്പോയിട്ടില്ല. ഇത് പറയാതെ ഈ ശ്ലോകത്രയും പറഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല. അതുകൊണ്ട് മാത്രം ഇത് പറയുക. അപ്പോൾ ഈ പറയുന്ന ധർമ്മശാസ്ത്രത്തെ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും രണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് അവയെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷം എന്ന ആ പ്രപഞ്ച ചൈതന്യത്തെ, ആ ശക്തിവിശേഷത്തെ നമ്മളുടെ ആചാര്യന്മാർ ധാരാളം പേരുകളിലാണ് വിളിച്ചത്. ഓരോ ആചാര്യന്മാരും പറഞ്ഞതൊറ്റ സത്യം, ഇങ്ങനെയൊരു പ്രപഞ്ച സത്യമുണ്ട്, ഇങ്ങനെയൊരു പ്രപഞ്ച ഊർജമുണ്ട്. അത് എന്നെ ആയാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ ആയാലും ഈ മൈക്കിനെ ആയാലും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെ ആയാലും നിയന്ത്രിക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മളുടെ മഹർഷീശ്വരന്മാർ പരബ്രഹ്മമെന്നോ, ബ്രഹ്മമെന്ന്, ഓങ്കാരമെന്ന്, ഈശ്വരനെന്ന്, സത്യമെന്ന്, ജ്ഞാനമെന്ന്, ബോധമെന്ന് ഗുരുദേവൻ വിളിച്ചു. കരുവെന്ന്, അറിവെന്ന്, വിശ്വവീര്യമെന്ന്, എറ്റേണൽ ബ്ലിസ് എന്ന്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന്, എനർജി എന്ന്, ഊർജമെന്നൊക്കെ വിളിച്ചത് ഈ പ്രപഞ്ച ശക്തിയെയാണ്. നമ്മൾ അതിനെ കാണുന്നോ ഇല്ല, എന്നാൽ ഈ പ്രപഞ്ചത്തിലെ സകലതും അതിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ചൈതന്യമുള്ളതായിരിക്കുന്നത്. ഗുരുദേവൻ കൊടുത്ത പേരാണ് ഏറ്റവും നല്ലത്, കരു, അറിവ്. അന്തരിച്ച ബഹുമാന്യനായ ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ, പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാർ എപ്പോഴും പറയുന്നത് ഈ പ്രപഞ്ച ഊർജത്തെ, ഈ പ്രപഞ്ച ശക്തിയെ അദ്ദേഹം പറഞ്ഞിരുന്നത് ബോധം എന്നാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഈ പ്രഭാവത്തോടുകൂടി ഈ നിലനിൽക്കുന്നത് ഒരു പ്രപഞ്ച ഊർജത്തിലാണ്. ആ ഊർജത്തിനെ ഗുരുദേവൻ ഈ ശ്ലോകത്രയി എന്ന കൃതിയിൽ വിശേഷിപ്പിക്കുന്നത് വേറൊരു പേരിലാണ്, ധർമ്മി എന്നാണ്. ധർമ്മി, അതായത് ഈ പ്രപഞ്ച ഊർജത്തെ ഗുരുദേവൻ ഈ കൃതിയിൽ വിശേഷിപ്പിക്കുന്നു ധർമ്മി. ഈ ധർമ്മിയുടെ പ്രഭാവം മൂലം പ്രപഞ്ചത്തിലെ സകലതും പ്രഭാവത്തോടുകൂടി നിലനിൽക്കുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോൾ ഈ ലൈറ്റോ ഫാനോ ഒന്നും കറങ്ങുന്നില്ല, കറണ്ടിന്റെ ഒരഭാവം. ഈ കറണ്ട് അങ്ങോട്ട് ഓണാക്കിയപ്പോൾ ലൈറ്റ് പ്രകാശത്തെ തരുന്നു, ഫാനാണെങ്കിൽ തരുന്നത് കാറ്റിനെയാണ്. അതുപോലെ ഇപ്പോൾ വാഷിംഗ് മെഷീനിലായിരുന്നെങ്കിൽ അതിൻ്റെ വർക്കാണ് നടക്കുന്നത്, അയൺ ബോക്സിലേക്കാണെങ്കിൽ ചൂടാണ് വരുന്നത്, ഈ ടെലിവിഷനിലേക്കാണെങ്കിൽ ശബ്ദവും വെളിച്ചവുമാണ് വരുന്നത്. ആരുടെ പ്രഭാവം മൂലം? ഈ കരണ്ടിൻ്റെ പ്രഭാവം മൂലം, അല്ലേ? അപ്പോൾ എങ്ങനെയാണോ ഈ കരണ്ട് ഓരോ വസ്തുവിലും ചലിക്കുമ്പോൾ അതിനെ എന്തിനാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ ജോലി അതിന് ചെയ്യാൻ സാധിക്കുന്ന പോലെ, അതിൻ്റെ ഉണ്മ അതിന് നമ്മളെ കാണിക്കാൻ സാധിക്കുന്നത് പോലെ ഈ പ്രപഞ്ച ഊർജം സകലത്തിലും ഓരോരുത്തരിലും വരുമ്പോൾ, ഒരു ഉറുമ്പിലാണെങ്കിൽ ഉറുമ്പ് ചലിച്ചു തുടങ്ങുന്നു, എന്നിലാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങളിലാകുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്നു. ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കേൾപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കറണ്ട് പോലെ 100% അതുപോലെയല്ല, വാക്കുകളുടെ പരിമിതിയാണ്. എങ്കിലും എങ്ങനെയാണോ ഒരു കറണ്ടിനെ നമ്മൾ കാണുന്നോ ഇല്ല, പക്ഷെ നമ്മൾ കാണുന്നത് ഈ വെളിച്ചമാണില്ലേ. നമ്മൾക്ക് കറണ്ട് കാണാൻ പറ്റുന്നില്ല, കറണ്ടിനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ ഫാനിൽ കറണ്ട് വന്നപ്പോൾ അത് അനങ്ങിത്തുടങ്ങി. അപ്പോൾ ഈ ഗുരുദേവൻ ഈ കൃതിയിൽ പറയുന്നത് ഈ കരണ്ടിന്റെ സ്ഥാനത്താണ് ധർമ്മിയെ നിർത്തിയിരിക്കുന്നത്. ബാക്കി ഈ പ്രപഞ്ചത്തിലെ സകലതും
ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും ധർമ്മം എന്ന വാക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള ഒരു കാര്യകാരണമാണ് ഈ ശ്ലോകത്തിലെ. അപ്പോൾ ഈ ഒരു സത്യം ഇത് അദ്വൈത ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, വേറെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്, ദ്വൈതമുണ്ട്, ദ്വൈതാദ്വൈതമുണ്ട്, വിശിഷ്ടാദ്വൈതമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അദ്വൈത ശാസ്ത്രം പഠിക്കുമ്പോൾ നാം പറയുന്നു ഈ ധർമ്മവും ഈ ധർമ്മിയും വേറെ വേറെ നിന്നാൽ പറ്റില്ല, രണ്ടും ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ടാണ് നമ്മളുടെ ഉള്ളിലെ ധർമ്മി പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ സത്ത് പോയി, അതാണ്. എന്നാൽ ഈ പറയുന്ന പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ ഉണ്മയോടുകൂടി ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ആ കരണ്ടിന്റെ, ആ ധർമ്മിയുടെ ചലനം മൂലമാണ്, അല്ലേ? അപ്പോ ഈ ഒരു സത്യത്തെ അറിയുവാൻ, ഈ പ്രപഞ്ചത്തിലെ ഈ ഒരു സത്യത്തെ, ഈ പ്രപഞ്ച ഊർജത്തെ, ഇതിനെ നമുക്ക് പ്രപഞ്ച ഊർജം എന്ന് വിളിക്കാം, ധർമ്മിയെ. ഈ പ്രപഞ്ച ഊർജത്തെ അറിയുവാൻ, അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്ന ഈ പ്രപഞ്ച ഊർജത്തെ അറിയുവാൻ നമ്മളുടെ മഹർഷീശ്വരന്മാർ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഉണ്ട്. 6 തത്വശാസ്ത്രങ്ങളുടെ സ്കൂളുകളുണ്ട്. നമ്മുടെ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണത്? അതിനെ പറയുന്നത് തന്നെ 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നാണ്. ന്യായം, വൈശേഷികം, അത് ഗൗതമ മഹർഷിയും കണാദ മഹർഷിയും. പിന്നെ സാഖ്യം, ശാസ്ത്രം, കപില മഹർഷിയും പതഞ്ജലി മഹർഷിയും. പിന്നെ പൂർവമീമാംസ, ഉത്തരമീമാംസ, ജൈമിനി മഹർഷിയും സാക്ഷാൽ വ്യാസ ഭഗവാൻ. ഇതിനെ പേരായിട്ടാണ് പറയാറുണ്ട് നമ്മളുടെ ആചാര്യന്മാർ. കാര്യം എന്താണെന്നോ, ഈ പേരില് ആദ്യത്തേതും അതിൻ്റെ തിയറിയും രണ്ടാമത്തേത് അതിൻ്റെ പ്രാക്ടിക്കലും പോലും. കൃത്യമായിട്ട് അങ്ങനെയല്ല, ബട്ട് ഇന്നേവേ അത്രയും നമ്മൾക്ക് പറയാൻ പറ്റും. അപ്പം 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയാണ്. ന്യായം, വൈശേഷികം, സാഖ്യം, കപിലം, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഇതിന് കേമന്മാരായിട്ടുള്ള 6 ആചാര്യന്മാരുണ്ട്. ഈ 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയും പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും കാരണമായി ഇരിക്കുന്നത് ഒരു പ്രപഞ്ച ഊർജമാണ്, ഒരു ധർമ്മി അവിടെയുണ്ട്. പക്ഷെ ആ ധർമ്മിയെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാണ്, എത്ര ഭംഗിയായിട്ടാണ് ഈ മൈക്കിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് ചോദിക്കാൻ. ഇതുപോലും ഉണ്ടാക്കാൻ ഒരു വ്യക്തി എന്ന ഒരു നിലയിൽ ഏതോ കമ്പനിയോ ആരോ ആകട്ടെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ പ്രപഞ്ചം, ഈ എത്രയോ അണ്ടകടാഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഇതിന് എവിടെയോ ഒരു പിടുത്തമുണ്ട്. അതിനൊരു രൂപമുണ്ടോ, ഭാവമുണ്ടോ, നിറമുണ്ടോ, മണമുണ്ടോ എന്ന് ചോദിച്ചാലില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മളുടെ ആചാര്യന്മാർ ധർമ്മിയെന്നോ കരുവെന്നോ ബോധമെന്നോ ഒക്കെ പറയും. നമ്മുടെ നാരായണീയം എല്ലാവർക്കും ഇക്കാലത്ത് അറിയുന്ന നാരായണീയത്തിന്റെ 1-ാം ശ്ലോകത്തിൽ തന്നെ പറയും. അതാണ് നാരായണീയത്തിലെ 1-ാം ശ്ലോകം, 1-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ബ്രഹ്മമാത്രേ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്വാദി സാക്ഷാത് ഗുരുഭവനേ ഹന്തഭാഗ്യം ജനാനാം. ഗുരുവായൂരപ്പ എന്നല്ല വിളിക്കുന്നേ, ഗുരുവായൂരിൽ വന്ന് നമ്മളെ അനുഗ്രഹിക്കാനായി ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ ബ്രഹ്മതത്വം എന്നാണ്, ബ്രഹ്മതത്വം എന്ന് തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സാന്ദ്രാനന്ദാവ ബോധാത്മകം, അതിന് രൂപമില്ല, അതിന് നിറമില്ല, അത് കാലത്ത് അതിന് അനുപമാണ്, അത് അനാദിയാണ്, സർവ്വത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നുള്ള ബ്രഹ്മതത്വം ഗുരുവായൂരിൽ വന്നു പ്രതിഷ്ഠയായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല ഗുരുവായൂരപ്പൻ വന്നു എന്നല്ല. അപ്പൊ ആ ഒരു സത്യത്തെ, ആ ബ്രഹ്മതത്വത്തെ അറിയുവാനാണ് ഈ 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഉള്ളത്. ഇനി ഈ പറയുന്ന ഫിലോസഫി ശരിയാണോ തെറ്റാണോ, കൃതിയിലേക്ക് ഇപ്പം വരും. കൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീരും, ഇതങ്ങ് പിടികിട്ടിയാൽ മതി.
എന്താണ് ഇതിൽ പറയുന്നത്. അത് ഞാൻ വിഷയമൊന്നും മാറിപ്പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ലൈബ്രറി ഹാളുണ്ട്. അറിയാത്ത ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇവിടേക്ക് വരിക. ഇതിന് അപ്പോൾ ഒരാൾ പറയും 6 മാർഗങ്ങളുണ്ട്, നേരെ ഹെലികോപ്റ്ററിൽ വരാം, അല്ലെങ്കിൽ എനിക്ക് ഇവിടുത്തെ ജിയോഗ്രഫി അറിയത്തില്ല, വാട്ട് എവർ ഇറ്റ് മേ ബി, 6 വഴികളുണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കൂ. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം വന്നു, അല്ലാതെ എനിക്ക് ഇവിടുത്തെ ജിയോഗ്രഫി അറിയില്ല. അപ്പം ഞാൻ വിജയമ്മ ടീച്ചറിനോട് ചോദിക്കുകയാണ്, ഈ നാട്ടിലെ വിജയമ്മ ടീച്ചറെ ഞാൻ ഏത് വഴിയേ വരണം എന്ന് ചോദിക്കുമ്പോൾ വിജയമ്മ ടീച്ചർ പറയും അത് ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വഴിയെ വന്നിട്ട് ഇങ്ങോട്ട് വന്നു. അല്ല, അത് ടീച്ചറിന് എങ്ങനെ ഇത്ര തിട്ടം എന്ന് ചോദിച്ചാൽ ടീച്ചർ എന്ത് പറയും? പറയും സ്ഥലം അറിയാവുന്നില്ലേ? കറക്റ്റ്. ഇത് തന്നെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഇത് ശരിയാണോ തെറ്റാണോ ഇവർ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിനെ തെളിയിക്കാൻ വീണ്ടും നമ്മളുടെ ആചാര്യന്മാർ 6 പ്രമാണങ്ങളെ പറഞ്ഞിട്ടുണ്ട്. പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, മാർഗം, പ്രൂഫ്. നമുക്ക് പ്രമാണം എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്ത കാര്യമില്ല. നമ്മുടെ ആഹാരം തന്നെ നമ്മൾ ഒരു വസ്തു മേടിക്കുമ്പോൾ ഉന്നാധാരം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പഴകി പൊടിഞ്ഞതാണെങ്കിൽ പോലും അതിനൊരു വാലിഡിറ്റി ഉണ്ടില്ലേ? അതുപോലെ ഈ സത്യത്തെ അറിയുവാൻ നമ്മളുടെ ആചാര്യന്മാർ 6 പ്രമാണങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രമാണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തേത് പ്രത്യക്ഷ പ്രമാണം, രണ്ടാമത്തേത് അനുമാന പ്രമാണം, മൂന്നാമത്തേത് വെർബൽ ടെസ്റ്റിമണി, ശബ്ദപ്രമാണം. ആദ്യത്തേത് പെർസെപ്ഷനാണ്, രണ്ടാമത്തേത് ഇൻഫറൻസ് ആണ്, മൂന്നാമത്തേത് ശബ്ദപ്രമാണമാണ്, വേർഡ് ഓഫ് ടെസ്റ്റിമണിയാണ്. പിന്നെയുള്ളത് കമ്പാരിസൺ ആണ്, ഉപമാന പ്രമാണമാണ്. അടുത്തത് അർത്ഥാപത്തിയാണ്, അത് ഒന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒന്നിനെ, പിന്നെ ഒന്നിൻ്റെ അഭാവം, നോൺ പെർസെപ്ഷനാണ്. അർത്ഥാപത്തിനായ പോസ്റ്റുലേഷനാണ്. ഇതിലെ ആദ്യത്തെ 3 പ്രമാണങ്ങൾ, പ്രത്യക്ഷ പ്രമാണം, അനുമാന പ്രമാണം, ശബ്ദപ്രമാണം, പെർസെപ്ഷൻ, പിന്നീട് നമ്മൾ ഇൻഫറൻസ്, പിന്നെ വേർഡ് ഓഫ് ടെസ്റ്റിമണി. ഗുരുദേവൻ പറയുകയാണ്, ഈ സത്യമുണ്ട് എന്ന് തീരുമാനിക്കാൻ, ഈ സത്യമുണ്ട് എന്ന് പറയുവാൻ നമ്മൾക്ക് ഈ 6 പ്രമാണങ്ങളും തന്നിട്ടുണ്ട് എങ്കിലും ഈ പ്രമാണങ്ങൾ കൊണ്ടൊന്നും ഈ സത്യത്തെ അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അറിയണ്ട എന്നാണോ? അല്ല, ഓരോരുത്തരും അനുഭവിച്ചു തന്നെ അറിയാനേ പറ്റൂ. വേറൊരാൾ. അപ്പോൾ പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ അതിനെ അറിയുന്നതിനെയാണ് പ്രത്യക്ഷ പ്രമാണം. ഞാൻ പ്രത്യക്ഷമായിട്ട് കാണുകയാണ്. അടുത്തത് അനുമാന പ്രമാണമാണ്. അനുമാന പ്രമാണം നമ്മൾ ഇൻഫറൻസ് ആണ്, അതായത് ഊഹിച്ചു പറയുകയാണ്. അതാണ് അനുമാന പ്രമാണം. പക്ഷെ ഞാൻ പറയുകയാണ്, അതാ അവിടെ കടയുടെ പുറകിൽ നിന്ന് ഒരു ചെറിയ പുക വരുന്നല്ലോ എന്ന് പറയുമ്പോൾ, പുക വരുന്നെങ്കിൽ അവിടെ ഒരു തീ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ തീ നേരത്തെ കണ്ടിരിക്കണം. തീ ഉണ്ടാകുമ്പോൾ പുക ഉണ്ടായിരിക്കണമെന്നും കണ്ടിരിക്കണം. ഇപ്പോഴത്തെ കുട്ടികളോട്, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടിയോട് ഗ്യാസ് മാത്രം കണ്ടിട്ടുള്ള ഒരു കുട്ടിയോട് ചോദിച്ചാൽ അത് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായില്ലേ? പക്ഷെ നമ്മൾ അതിനെ കണ്ടിരിക്കുന്നു, പുകയും തീയും കൂടെ ഒരുമിച്ചാണ് എന്നറിയാവുന്നത് കൊണ്ട് മാത്രം നമ്മളത് വിശ്വസിക്കുന്നു. അടുത്തത് വേർഡ് ഓഫ് ടെസ്റ്റിമണിയാണ്, ശബ്ദപ്രമാണം. ശബ്ദപ്രമാണം എന്ന് പറഞ്ഞാൽ ചില സത്യദർശികളായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയെന്നോ ഗുരുദേവനെന്നോ അല്ലെങ്കിൽ ഭൃഗു മഹർഷിയെന്നോ അല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമികളെന്നോ ഒക്കെ പറയുന്നതിനെ നമ്മൾ പുറകിലേക്ക് എടുക്കുന്നു. അപ്പോൾ ചോദിക്കും, ഇപ്പോഴാരുമില്ലേ? ധാരാളം പേരുണ്ട്. ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരാണെന്ന് മാത്രം വിചാരിക്കില്ല. ഇപ്പം നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ അവിടെ ഒരു കട നടത്തുന്ന ഒരാൾ അവിടെ വന്നിട്ട് കൂട്ടുകാരൻ പറയുകയാണ്, എനിക്ക് പിന്നെ പരമേശ്വരൻ സാറിനോട് എനിക്കൊരു 25,000 രൂപ സാറൊന്ന് മേടിച്ചു തരാമോ? എന്നെ കട നടത്തുന്നത് ഒരു സാധാരണക്കാരനാണെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിളാണ്. ഇതിൽ നിന്ന് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയുള്ളത്,
അപ്പോൾ 25,000 രൂപ വേണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം പറയും, എടോ ഞാൻ പറഞ്ഞ പ്രവേശനമുള്ള തരുമോ എനിക്ക് 25,000 രൂപ? താൻ വേറെ ആരെങ്കിലും വിളിക്കും, ഇവിടുത്തെ ആ വക്കീലിനെയോ അല്ലെങ്കിൽ ശിശുപാല സാറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ വിളിക്കൂ, അവൻ പറഞ്ഞാൽ ചിലപ്പോൾ തന്നേക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, വേണ്ട, ചേട്ടൻ പറഞ്ഞാൽ മതി. ചേട്ടൻ പറഞ്ഞ വാക്കാ പറയാറില്ലേ നമ്മൾ? അതിനെയാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്, വേർഡ് ഓഫ് ടെസ്റ്റിമണി. അപ്പോൾ ഗുരുദേവൻ ഈ കൃതിയിൽ പ്രത്യക്ഷ പ്രമാണവും അനുമാന പ്രമാണവും ശബ്ദ പ്രമാണവും ഉള്ള 3 പ്രമാണങ്ങളെയും വിസ്തരിച്ചുകൊണ്ട് ഈ ഈശ്വരനെ ഇതിലൂടെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇതിനെ അനുഭവിച്ചറിയണമെന്ന് പറയുക. അപ്പോൾ ഗുരുദേവൻ ഈ സത്യത്തെ അറിഞ്ഞു നമ്മളോട് ഇതിനെ അറിയാൻ പ്രേരിപ്പിക്കുകയും നമ്മളോട് ഇതിൻ്റെ എന്താണ് എന്ന് പറയുകയും ചെയ്യുന്നതാണ് ഈ ശ്ലോകത്രയി എന്ന കൃതി. ഇതിൻ്റെ 1-ാമത്തെ വരി പുസ്തകമുള്ളവർ നോക്കിക്കൊണ്ട് ഇനിയിപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. എഴുതിയിരിക്കുകയാണ്, അസ്ഥി ധർമ്മീത്യനുമിതി കഥം ഭവതി വാഗവി അസന്നികൃഷ്ടത്വാദസ്മിൻ പ്രത്യക്ഷം അനുമാനവത്. അപ്പോൾ പറയാണ്, അസ്ഥി ഉണ്ട്, ധർമ്മിയുണ്ട്, ഇതി അനുമിതി. അനുമിതി എന്ന് പറഞ്ഞാൽ അനുമാന പ്രമാണം. അനുമാന പ്രമാണം വെച്ച് എന്താണ് നമ്മൾ അനുമാന പ്രമാണം? അവിടെ തീയുണ്ടെങ്കിൽ പുകയുണ്ട് എന്ന് പറയുമ്പോൾ, തീയുണ്ടെങ്കിൽ പുകയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ ഈശ്വരൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് ചോദിക്കുന്നത്. അപ്പം ഈ സത്യത്തെ അറിയാൻ ഈ ഒരു പ്രമാണം മതി എന്നൊക്കെ നമ്മളുടെ വേദാന്ത ശാസ്ത്രത്തിൽ എഴുതിയാലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ എന്നാണ് ഗുരുദേവൻ ഇതിൽ പറയുന്നത്. അപ്പോൾ പറയാണ്, അസ്ഥി ധർമ്മി ഇതി അനുമിതി. അങ്ങനെയാണ് അതിനെ പിരിക്കുന്നത്. അസ്ഥി ധർമ്മി ഇതി അനുമിതി. ഇങ്ങനെ ഒരു ധർമ്മി അസ്ഥി ഉണ്ടെന്ന് എങ്ങനെയാണ് അനുമാനിക്കാൻ കഴിയുക? അനുമിതി എന്ന് പറഞ്ഞാൽ അനുമാനിക്കുക, അനുമാന പ്രമാണം വെച്ച് എങ്ങനെയാണ് ഇതിനെ ഈശ്വരനെ അറിയാൻ സാധിക്കുക? 2-ാമത്തെ ശ്ലോകം 2-ാമത്തെ വരിയിൽ പറയുകയാണ്, കഥം ഭവതി വാഗവി. വാഗവി എന്നുള്ളത് വാക്ക് അധികം അഭി, അവിടെ ശബ്ദപ്രമാണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1-ാം വരിയിൽ പറഞ്ഞു, എങ്ങനെയാണോ അനുമാന പ്രമാണം കൊണ്ട് ഈശ്വരനെ ആ ധർമ്മിയെ, ധർമ്മി എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു ഈ പ്രപഞ്ച ഊർജമാണ്. നമ്മളെല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ധർമ്മമാണെങ്കിൽ ഇതിനെയെല്ലാം നിലനിർത്തുന്ന ഊർജമായ പ്രപഞ്ച ഊർജമാണ് ധർമ്മി. ആ ധർമ്മി കഥം ഭവതി വാഗവി. ഗുരുദേവൻ തന്നെ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ വേർഡ് ഓഫ് ടെസ്റ്റിമണി കൊണ്ട് ഈ ധർമ്മിയെ നമ്മൾക്ക് കാണാൻ സാധിക്കുമോ? ചോദ്യമാണ്. ഗുരുദേവൻ തന്നെ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടിരിക്കുന്നത്. 3-ാമത്തെ വരിയിൽ ചോദിക്കുന്നു, അസന്നികൃഷ്ടത്വാദസ്മിൻ. അത് അസന്നികൃഷ്ടത്വാദ് പ്ലസ് എന്താ വിജയം പറ്റി ഇത്ര സംശയം? എനി ഡൗട്ട് പറഞ്ഞോളൂ. എനി ഡൗട്ടാണെ ചോദിക്കാം കേട്ടോ, നോ പ്രോബ്ലം. 3-ാമത്തെ വരി അസന്നികൃഷ്ടത്വാദ് അസ്മിൻ. അസന്നികൃഷ്ടത്വാദ്. എനിക്ക് സംസ്കൃതം അറിയാമെന്ന് വെച്ചാൽ എനിക്കും സംസ്കൃതമൊന്നും അറിയത്തില്ല, പക്ഷെ പഠിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അസന്നികൃഷ്ടത്വാദ്, സന്നികൃഷ്ടം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള സംസർഗം. അസന്നികൃഷ്ടം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളുമായിട്ട് ഒരു സംസർഗവും ഇല്ലാത്തത്. എന്നിട്ട് ചോദിക്കുകയാണ് 3-ാമത്തെ വരിയിൽ പ്രത്യക്ഷമനുമാനവത്. അങ്ങനെയാണെങ്കിൽ പ്രത്യക്ഷ പ്രമാണവും ഇവിടെ സാധിക്കയില്ലല്ലോ. അപ്പം നമ്മൾ 3 പ്രമാണങ്ങളെ പറ്റിയാണ് പഠിച്ചത്. പ്രത്യക്ഷ പ്രമാണം അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നാം അറിയുന്നു, ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട്. അനുമാന പ്രമാണം ഊഹിക്കുന്നു. 3-ാമത്തേത് ശബ്ദപ്രമാണം, വേർഡ് ഓഫ് ടെസ്റ്റിമണി. 6 പ്രമാണമുണ്ട്, എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാത്തതല്ല. ഈ 3 പ്രമാണങ്ങളെ ഈ 3 ശ്ലോകത്തിൽ ഒരേ കാര്യമാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഈ 3 പ്രമാണങ്ങളെ മാത്രമേ പറയൂ. ഈ പ്രപഞ്ച ഊർജത്തെ അറിയാൻ, ഈ കറണ്ട് നമ്മൾ കാണുന്നില്ല, നമ്മൾ കാണുന്നത് ഈ ലൈറ്റിന്റെ പ്രകാശം, ഫാനിന്റെ കറക്കം, ഈ മൈക്കിലൂടെ വരുന്ന ഒച്ചയല്ലാതെ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ, ഇതിനുണ്മ നൽകിയ ആ പ്രപഞ്ച ഊർജത്തെ 1-ാം വരിയിൽ പറഞ്ഞു
അനുമതി പ്രമാണം കൊണ്ട് സാധ്യമല്ല. ഇതിനെ ഊഹിച്ചറിയുവാൻ സാധ്യമല്ല. തീയുണ്ട് പുകയുണ്ട് എന്ന് പറയുന്നത് പോലെ. രണ്ടാം വരിയിൽ പറഞ്ഞു വേർഡ് ഓഫ് ടെസ്റ്റിമണി കൊണ്ട് സാധ്യമല്ല, ശബ്ദപ്രമാണം കൊണ്ട് സാധ്യമല്ല. മൂന്നാമത്തെ വരിയിലും നാലാമത്തെ വരിയും കൂടെ ചേർത്തിട്ട് പറഞ്ഞു ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതുമായി ഒരു സംസർഗം, അതാണ് അസന്നികൃഷ്ടത്വാദം. സന്നികൃഷ്ടം എന്ന് പറഞ്ഞാൽ ആ ബന്ധം വന്നു. ആ സന്നികൃഷ്ടത്വാദം എന്ന് പറയുമ്പോൾ ബന്ധമില്ല. ആ ബന്ധമില്ലാത്തത് കൊണ്ട് പ്രത്യക്ഷ പ്രമാണവും ഇവിടെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഗുരു പറഞ്ഞു വെച്ചു. രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കയറിയപ്പോൾ ന വിദ്യതേ അസ്തി ധർമ്മി ഇതി ന വിദ്യതേ. ഇനി അസ്തി ധർമ്മി, ധർമ്മിയായ സത്യമുണ്ടെന്ന് പ്രത്യക്ഷം അനുമാനവത്. വീണ്ടും അത് ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു മാറ്റവുമില്ല, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. ന വിദ്യതേ അസ്തി ധർമ്മി ഇതി പ്രത്യക്ഷം അനുമാനവത്. വീണ്ടും പറയുകയാണ് പ്രത്യക്ഷ പ്രമാണം കൊണ്ടും അനുമാനത്തിന് അനുമാനം, അതായത് ഊഹിക്കണമെങ്കിൽ പ്രത്യക്ഷ പ്രമാണം ഉണ്ടാകണമായിരുന്നു. അപ്പൊ ഇതിൽ വീണ്ടും പറയുകയാണ് പ്രത്യക്ഷം അനുമാനവത്, അനുമാനത്തിന് എന്നെ ഊഹിപ്പിക്കുവാൻ എനിക്ക് ചില പ്രത്യക്ഷമായ അനുഭവങ്ങൾ ഉണ്ടാകണമായിരുന്നു. അതും ന വിദ്യതേ അസ്തി ധർമ്മി ഇതി, അതും ഉണ്ടെന്ന് എനിക്ക്, ഈ ധർമ്മി ഉണ്ടെന്ന് പറയുവാൻ എനിക്ക് സാധിക്കുന്നില്ല. കാര്യം പ്രത്യക്ഷ പ്രമാണവും അനുമാന പ്രമാണവും വീണ്ടും ഇവിടെ എനിക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല. മാനാഭാവാദസൗ നേതി ബോധ ഏവ അവശിഷ്യതേ. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ പ്രമാണമായാലും അനുമാന പ്രമാണമായാലും ധർമ്മി ഉണ്ട് എന്ന് നമ്മൾക്ക് പറയാമെന്നല്ലാതെ ഈ പ്രമാണങ്ങൾ വെച്ച് നമുക്ക് ധർമ്മിയെ ബോധ അവശിഷ്യത പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ ഉള്ളത് പിന്നെ എന്താണ്? ബോധം മാത്രം. ബോധ അവശിഷ്യത, ഈ ബോധം മാത്രം അവശേഷിക്കുന്നു. ബോധം എന്നുള്ളത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ ഒരുപാട് വാക്കുകളിലൂടെ നമ്മൾ പറഞ്ഞു. ബോധം എന്ന് പറഞ്ഞാലും കരു എന്ന് പറഞ്ഞാലും പ്രപഞ്ച ഊർജം എന്ന് പറഞ്ഞാലും സത്യമെന്ന് പറഞ്ഞാലും ഉണ്മയെന്ന് പറഞ്ഞാലും ജ്ഞാനമെന്ന് പറഞ്ഞാലും അറിവെന്ന് പറഞ്ഞാലും പരബ്രഹ്മം എന്ന് പറഞ്ഞാലും പുരുഷൻ എന്ന് പറഞ്ഞാലും സ്വരൂപം എന്ന് പറഞ്ഞാലും എല്ലാം ഒറ്റ അർത്ഥമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു ബോധ ഏവ അവശിഷ്യതേ, ആ ധർമ്മി മാത്രം ശേഷിക്കുന്നു. വെറുതെ ഇങ്ങനെ പ്രമാണങ്ങളുണ്ട്. അപ്പൊ നോക്കൂ, ആദ്യത്തെ ശ്ലോകത്തിലും രണ്ടാമത്തെ ശ്ലോകത്തിലും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ന വിദ്യതേ അസ്തി ധർമ്മി ഇതി പ്രത്യക്ഷം അനുമാനവത്. പ്രത്യക്ഷ പ്രമാണം കൊണ്ടും അനുമാന പ്രമാണം കൊണ്ടും. അപ്പൊ പ്രത്യക്ഷ പ്രമാണം കാണണം, അനുമാനം വേണമെങ്കിൽ എനിക്ക് പ്രത്യക്ഷമായിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഊഹിക്കുന്നത് കാര്യങ്ങൾ. തീയുണ്ട് ശരി, പുകയുണ്ട് ശരി, അത് നമ്മൾ തീയും പുകയും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നു എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ ലൈറ്റ് കത്തുന്നു, അതിന്റെ കറണ്ട് കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ല, പക്ഷെ നമുക്കറിയാം. അതുകൊണ്ട് അവിടെ പ്രത്യക്ഷ പ്രമാണം പറ്റുന്നില്ല, അനുമാന പ്രമാണവും പറ്റുന്നില്ല. പക്ഷെ നാം തിരിച്ചറിയുന്നു ഒരു ധർമ്മിയുണ്ട് എന്ന്. അത് ഓരോരുത്തരും അവനവൻ അതിനെ അറിഞ്ഞനുഭവിക്കേണ്ടതാണ്. അത്രയേ ഉള്ളൂ. പഞ്ചസാരയുടെ മധുരം എത്ര പറഞ്ഞാലും അത് കഴിക്കാത്ത ഒരാളിന് പറ്റില്ലല്ലോ. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഇതേ കാര്യം തന്നെയാണ് വീണ്ടും വേറൊരു തരത്തിൽ സെയിം തിങ് ഡിറ്റോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അസന്നികൃഷ്ടത്വാദസ്യ പ്രത്യക്ഷം ധർമ്മധർമ്മിണോ അസൃഷ്ട സാഹചര്യാച്ച ധർമ്മിണ്യ അനുമതി കുതഹ. കുതഹ എന്ന് പറഞ്ഞാൽ എന്തോ എന്നാണ്. അപ്പൊ ഇതിൽ വീണ്ടും ചോദിക്കുന്നത് അതിന്റെ പിരിക്കുമ്പം പറയാമേ. അസന്നികൃഷ്ടത്വാത് വീണ്ടും പറയുകയാണ്. ആ അസന്നികൃഷ്ടത്വാത് എന്നുള്ള വാക്ക് ഒന്നാം ശ്ലോകത്തിൽ നമ്മൾ മൂന്നാമത്തെ വരിയിൽ കണ്ടതാണ്. അതേ വരി തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഒരു വ്യത്യാസവുമില്ലാതെ. അസന്നികൃഷ്ടത്വാത് അസ്യ ഈ ധർമ്മിയുടെ അസന്നികൃഷ്ടത്വാത്
ഇന്ദ്രിയങ്ങളുമായി ഈ ധർമ്മിക്ക് ഉള്ള ഒരു സംസർഗം, ഒരു സംബന്ധം നമുക്ക് കാണാൻ, നമുക്ക് പറയാനേ കഴിയുന്നുള്ളൂ. ലൈറ്റ് കത്തുന്നുണ്ട്, കറണ്ട് കാണുന്നില്ല. ധർമ്മിയാണ് കറണ്ടിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് തൽക്കാലം ആലോചിക്കണം. അങ്ങനെയെങ്കിലും നമ്മൾക്ക് ആലോചിച്ച് ഇതിനെ മനസ്സിലാക്കണം. അത് 100% ശരിയാണോ? അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പൊ കറണ്ട് ഉണ്ടാക്കിയത് ആരാന്നൊക്കെ ചോദിക്കാം. തൽക്കാലം ആ ചോദ്യമൊക്കെ വിട്ടേക്കൂ. നമ്മളൊരു ജസ്റ്റ് ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ഇതുമായിട്ട് കുറേയെങ്കിലും സാമ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഉദാഹരണം, ദാറ്റ്സ് ഓൾ. അല്ലാതെ 100% കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ വാക്കുകളുടെ പരിമിതിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അസന്നികൃഷ്ടത്വാത്, അപ്പം അസ്യ ഈ ധർമ്മിയുടെ ഒരു പ്രത്യക്ഷമായ ഒരു ഇന്ദ്രിയ അനുഭവം, പ്രത്യക്ഷമായ ഒരു സംസർഗം ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ധർമ്മിയോടുണ്ടായിട്ടില്ലാത്തത് കൊണ്ട് അപ്പം അനുമാനം ഉണ്ടായില്ല, അസന്നികൃഷ്ടത്വാത്. പിന്നെ പ്രത്യക്ഷം, പ്രത്യക്ഷ പ്രമാണവും ഇവിടെ സംഭവിക്കുന്നില്ല. പ്രത്യക്ഷ പ്രമാണവും ഇവിടെ നമ്മൾക്ക് കാര്യകാരണ സഹിതമായിട്ട് പറയാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ കാണുന്നില്ല. ധർമ്മ ധർമ്മിണോ, ധർമ്മത്തിൻ്റെയും ധർമ്മിയുടെയും, ധർമ്മത്തിൻ്റെയും ധർമ്മിയുടെയും, പ്രപഞ്ച ഊർജത്തിൻ്റെയും പ്രപഞ്ചത്തിൽ കാണുന്ന ഈ സർവചരാചരങ്ങളുടെയും അസൃഷ്ട സാഹചര്യാത്, അസൃഷ്ട സാഹചര്യങ്ങൾ, സാഹചര്യ നിയമം വ്യക്തമല്ലാത്തത് കൊണ്ട്. അതാണ്. എന്താണ് അങ്ങനെ പറയുമ്പോൾ ഗുരുദേവൻ? അസൃഷ്ട സാഹചര്യ, സാഹചര്യ നിയമം വ്യക്തമല്ലാത്തത് കൊണ്ട്. കാര്യം നമുക്ക് പറയാൻ പറ്റുമോ എപ്പോഴാണ് ഈ കറണ്ടില്ല, സ്വിച്ച് ഇട്ടപ്പോൾ കയറി അത് എത്ര നേരം നിൽക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം? ആ കറണ്ട് വന്നു, ലൈറ്റ് അങ്ങ് ഓണായി. അതാണ് നമ്മളുടെ എല്ലാം ജീവിതത്തിലും നമ്മളുടെ ഉള്ളിലെ കറണ്ട് പോലെ ആ ഭഗവാൻ നമ്മളെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ കണ്ണിനെ, നമ്മളുടെ മൂക്കിനെ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, അർക്കാനലാതി വഴിയൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണുവനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന ഒരു ഗാനം നിറയ്ക്കുമുളവ് ആനന്ദമെന്തുവരും. അപ്പോൾ ഈ കണ്ണിനെയും നിയന്ത്രിക്കുന്ന ഒരു കണ്ണുണ്ട്. കണ്ണ് പുറത്തോട്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ മാത്രമാണ്. പക്ഷെ ആ കണ്ണിനെ, അതായത് ഈ കണ്ണ് ഒരു രൂപത്തെ കണ്ട് അതിൻ്റെ ഇമേജ് നമ്മളുടെ ഉള്ളിലേക്ക് വന്ന് അത് നമ്മളുടെ ബ്രെയിനിലേക്ക് പോയി പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് പറയും, ദാ ഇവിടെ ഇരിക്കുന്നത് ആര്? ഓ, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓ, ഇവിടെ ഇരിക്കുന്ന വിജയം വത്സരാജനാണ്. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? എൻ്റെ ഉള്ളിൽ ഞാൻ വിജയത്തെ നേരത്തെ കണ്ടത് എൻ്റെ ഇവിടെ ഒരു കമ്പ്യൂട്ടറുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കമ്പ്യൂട്ടറിൽ പോയി ഇത് വിജയം വത്സരാജനാണ് എന്ന് എന്നോട് പറഞ്ഞ ആ ധർമ്മി ആരെന്നാണ്. ആ ധർമ്മിയെ നമ്മൾ കാണുന്നില്ല. പക്ഷെ ആ ധർമ്മിയുടെ ആ പ്രഭയിൽ, ആ പ്രഭാവത്തിൽ, ആ ആധാരത്തിൽ നമ്മളെല്ലാം അത് തന്നെ. അപ്പം അസൃഷ്ട സാഹചര്യാത്, ഒരു സാഹചര്യവും എനിക്ക് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയ ഒരു സാഹചര്യം എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഇത് രണ്ടുമുണ്ട് എങ്കിൽ തീയും പുകയും പോലെ ഇത് രണ്ടും തമ്മിൽ ചേർന്ന് നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് പറയാമായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, തീ ഉണ്ടെങ്കിൽ പുകയുണ്ട്. അപ്പോൾ തീ ഞാൻ കണ്ടിട്ടുണ്ട്, പുകയും ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ പറ്റുന്നില്ല. ഇത് വിജയം വത്സരാജനാണെന്ന് പറയുമ്പോൾ വിജയം വത്സരാജനാണെന്ന് പറയുന്നെങ്കിലും ഇത് വിജയം വത്സരാജനാണെന്ന് ഓർമ്മപ്പെടുത്തിയത് ആരാണ് എന്നെ? മനസ്സിലായില്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഒന്നെങ്കിലും മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണാവോ? ഓക്കെ, ഇത് വളരെ ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങൾ അതിനെ ഇതുമായിട്ട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഇതെന്താണ് ഈ പ്രമാണങ്ങൾ? ഒന്നുകൂടെ 3-ാം ശ്ലോകം. അസന്നികൃഷ്ടത്വാത് അസ്യ പ്രത്യക്ഷം, പ്രത്യക്ഷ പ്രമാണത്തിലൂടെ, അസൃഷ്ട സാഹചര്യാത്, സാഹചര്യ നിയമം ഇവ തമ്മിൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വ്യക്തമല്ലാത്തതിനാൽ ധർമ്മിണ്യ അനുമിതി കുതഹ. അങ്ങനെ ആയതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഗുരുദേവൻ ആദ്യം പറഞ്ഞ കാര്യത്തെ തന്നെ പറയുകയാണ്.
ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ സമ്പർക്കമില്ലാത്ത ഒരവസ്ഥയായതുകൊണ്ട്, സാഹചര്യമായതുകൊണ്ട് ധർമ്മിണ്യ അനുമിതി കുതഹ, അനുമാന പ്രമാണം ഇവിടെയും. അനുമാന പ്രമാണം നമ്മൾ ഈ മൂന്ന് പ്രമാണങ്ങളെ പറ്റി ഇതിൽ പറയുന്നുള്ളൂ. 6 പ്രമാണങ്ങളാണുള്ളത്. പക്ഷെ ഗുരുദേവൻ ഈ 3 പ്രമാണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ 3 പ്രമാണങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിജയമ്മ ടീച്ചർ പറയാണ് തങ്കലക്ഷ്മി ടീച്ചറെ അതിലേ ഇങ്ങ് പോയ ഇന്ന വഴിയിൽ കൂടി ഇങ്ങോട്ട് പോന്നാൽ മതിയെന്ന് പറയുമ്പോൾ ഞാൻ വിജയമ്മ ടീച്ചറിനോട് ചോദിക്കാണ്, ടീച്ചർക്ക് അത് എങ്ങനെ അറിയാം? അപ്പോൾ ടീച്ചറോട് ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ഇല്ലേ, അല്ലാതെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കൂട്ടുകാരായാലും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിലെ കാറിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം പറയാൻ നോക്കും ഈ ലൈബ്രറി ഹാൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇതിനൊരു തെളിവാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ തെളിവാണ്, ഒരു പ്രൂഫാണ്. ടു നോ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് നോട്ട് കറക്റ്റ്, വാട്ട് ഈസ് കറക്റ്റ്, വാട്ട് ഈസ് നോട്ട് കറക്റ്റ്. അതൊരു വസ്തുവിനെ കുറിച്ചായാലും ഒരു സാഹചര്യത്തെ കുറിച്ചായാലും ഇത് സത്യമാണോ അല്ലയോ എന്നറിയാനുള്ളത് പ്രമാണങ്ങളെയാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ തന്നെ പ്രമേയെ അറിയാനുള്ള കരണങ്ങൾ. പ്രമ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, അതിനെ അറിയാനുള്ള കരണങ്ങൾ, അതിനെ സത്യമോ മിഥ്യമോ, ഇത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടായോ എന്നറിയാൻ 6 പ്രമാണങ്ങളാണുള്ളത്. ആ 6 പ്രമാണങ്ങളിലെ ആദ്യ പ്രമാണങ്ങളായ പ്രത്യക്ഷ പ്രമാണം, അനുമാന പ്രമാണം, ശബ്ദ പ്രമാണം, പെർസെപ്ഷൻ, ഇൻഫറൻസ് ആൻഡ് വേർഡ് ടെസ്റ്റിമണി, ഈ 3 പ്രമാണങ്ങളും ഇവിടെ നോക്കൂ. 3-ാം ശ്ലോകത്തിൽ അസന്നികൃഷ്ടത്വാദസ്യ, ഈ പറയുന്ന ധർമ്മിയെ യാതൊരു ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ഇച്ചിരി ചൂടുവെള്ളം തരുമോ ബീന? ഈ സോറി, നിങ്ങളിവിടൊക്കെ നിങ്ങൾക്ക് എനിക്കിവിടുത്തെ തോന്നുന്നു എന്തിൻ്റെയൊക്കെയോ മണവും പുകയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഉണ്ടോ? അതെനിക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും. സോറി കേട്ടോ. താങ്ക് യു. അപ്പം 3-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് അസന്നികൃഷ്ടത്വാത് അസ്യ, ഈ ധർമ്മിയെ ഇന്ദ്രിയ വിഷയമല്ലാത്തത് കൊണ്ടും, ഈ ഒരു പിന്നെ 2-ാം വരിയിൽ പ്രത്യക്ഷം ധർമ്മിണോ, പ്രത്യക്ഷ പ്രമാണം വെച്ചും ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള ഒരു അസൃഷ്ട സാഹചര്യാത്, ഒരു ധർമ്മവും ധർമ്മിയും തമ്മിൽ ഒരു ഇന്ദ്രിയ സംസർഗം, ഞാൻ കണ്ണുകൊണ്ട് കണ്ടില്ല, നാക്കുകൊണ്ട് രുചിച്ചില്ല, തൊക്കുകൊണ്ട് സ്പർശിച്ചില്ല, മൂക്കുകൊണ്ട് മണത്തില്ല, ചെവി കൊണ്ട് കേട്ടില്ല. ഈ ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പം 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്, 5 സെൻസ് ഓർഗൻസ് ആണ്. ശബ്ദ സ്പർശ രസ രൂപ ഗന്ധാദികളെ അറിയുവാനുള്ള കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. ഈ ഇന്ദ്രിയം കൊണ്ട് അസൃഷ്ട സാഹചര്യാത്, സാഹചര്യ നിയമം ഈ ധർമ്മവും ധർമ്മിയും കൂടി ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും വ്യക്തമല്ലാത്തത് കൊണ്ടും, 4-ാമത്തെ വരി ധർമ്മിണ്യനുമിതി കുതഹ, അതുകൊണ്ട് അനുമാന പ്രമാണം വെച്ചും, അനുമതി എന്ന് പറഞ്ഞാൽ അനുമാന പ്രമാണം വെച്ചും, കുതഹ എങ്ങനെ ധർമ്മിണിയെ അറിയാൻ സാധിക്കും? ധർമ്മിണ്യനുമിതി കുതഹ, ധർമ്മിയെ അനുമാന പ്രമാണം കൊണ്ടും എങ്ങനെ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റും? അപ്പോൾ ഗുരുദേവൻ ഇതിലൂടെ എല്ലാം പറയുന്നത് ആ നേരത്തെ നമ്മൾ പറഞ്ഞ ആ നാരായണീയത്തിൽ പറഞ്ഞ ആ ശുദ്ധമായ തത്വത്തെ, അതിനെ അറിയുവാൻ ഈ പ്രമാണങ്ങൾ നമ്മൾ പറയും. നമ്മളുടെ ആചാര്യന്മാർ 6 പ്രമാണങ്ങൾ പറഞ്ഞിട്ട് ഈ 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നത് ഈ ധർമ്മിയെ പറ്റിയാണെന്നും, എന്നാൽ ഈ ധർമ്മിയെ അറിയാൻ 6 മാർഗങ്ങളുണ്ടെന്നും 6 പ്രമാണങ്ങളുണ്ടെന്നും, അതിനെ 3 പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഗുരുദേവൻ പറയുകയാണ്, വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളെ ഇതിനെ അറിയാൻ. പക്ഷേ ഇതില്ല എന്നാണോ? അതുകൊണ്ട് ഉണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും നമ്മളുടെ ഈശാവാസ്യ ഉപനിഷത്തിൽ അതിൻ്റെ പറയുന്നുണ്ട്, സപര്യകാച്ചുക്രമ കായമൗകരണം അസ്നാവിധം ശുദ്ധം അഭാവവിത്തം.
കവിർ മനീഷി പരിഭൂ സ്വയംഭൂ യാഥാതത്വതോത്താൻ വിദഗ്ധാശാസ്ത്രീയ സമാപ്യ എന്നൊരു ശ്ലോകമുണ്ട്. അത് സംസ്കൃതമാണ്, അത് പോട്ടെ. പക്ഷെ എന്താണ് അതിൽ പറയുന്നത്? എന്താണ് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ ധർമ്മിയെ പറ്റിയാണ്. ശുദ്ധപ്രകാശം, അതിൻ്റെ ഓരോ വാക്കിൻ്റെ അർത്ഥം സപര്യക ചുക്രമ കായമവണോ എന്ന് പറഞ്ഞു പോകുമ്പോൾ ശുദ്ധപ്രകാശ സ്വരൂപമായി സൂക്ഷ്മസ്ഥൂല കാരണ ശരീരങ്ങളൊന്നുമില്ലാതെ ധർമാധർമ്മങ്ങൾ സ്പർശിക്കാതെ അകായമവ്രണം, ശരീരമില്ലാത്ത അവ്രണം, നാഡീഞരമ്പുകളില്ലാത്ത ശുദ്ധമായ ആരെയും ആശ്രയിക്കാതെ സ്വയംഭൂ. നമ്മൾ പറയും അമ്പലത്തിലൊക്കെ സ്വയംഭൂ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് അത്? സ്വയം പ്രകാശിക്കുന്നതാണ്, അതിനെ ആരും വെച്ചതല്ല എന്നാണ്. അപ്പോൾ ഈ ഒരു സത്യം, ശരീരമില്ലാത്ത അകായം, അവ്രണം, ശുദ്ധം ഇല്ലേ? നമ്മൾ യാജ്ഞവൽക്യ മഹർഷി ശുക്ല യജുർവേദത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ മലയാളം നമ്മുടെ കയ്യിലുണ്ട്. ഗുരുദേവൻ നമുക്ക് പച്ച മലയാളത്തിൽ എഴുതി തന്നിട്ടുണ്ട്. പങ്കമറ്റ അംഗമില്ലാതെ ആ 2 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോഴേ ഈ പറയുന്ന ശ്ലോകത്തിന്റെ അർത്ഥം വരത്തുള്ളൂ. 8, 9 ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പൊ പ്രകാശസ്വരൂപനായി ശരീരമില്ലാതെ നാഡീഞരമ്പുകളില്ലാതെ നിറമോ ഗുണമോ മണമോ ഒന്നുമില്ലാതെ ധർമാധർമ്മങ്ങൾക്കപ്പുറത്ത് സത്യാസംഗത്യങ്ങൾക്കപ്പുറത്ത് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒരു സത്യമുണ്ട്. അതിനെ ഗുരു അനുഭവിച്ചിരിക്കുന്നു, ഗുരു അതിനെ അറിഞ്ഞിരിക്കുന്നു. ആ അറിഞ്ഞ കാര്യത്തെ നമ്മളുമായി പങ്കുവെക്കുന്നു, നമ്മളെ അതറിയാൻ പ്രേരിപ്പിക്കുന്നു. അല്ലാതെ ഇത് വായിച്ചിട്ട് ഗുരു പറഞ്ഞ ഇതില്ലാന്ന് അതുകൊണ്ട് നമുക്ക് നോക്കണ്ടെന്നാണോ? നോ, ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ട് മക്കളെ. അതുകൊണ്ട് ഈ ധർമ്മത്തെ നമ്മൾ അറിയേണ്ടതാണ്. ഈ പ്രപഞ്ചത്തിനൊരു ഊർജമുണ്ട്. ആ പ്രപഞ്ച ഊർജത്തിൻ്റെ താളത്തിലാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ച താളത്തെ നിലനിർത്തുന്ന, നമ്മൾക്കറിയാം എത്രയോ അണ്ടകടാഹങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണോ ഒന്നിനോടൊന്നും മുട്ടാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിൽ മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, സൂര്യൻ ഉദിക്കുന്നു. നമ്മുടെ ഈ മൂക്കിൻ തുമ്പത്ത് വരെ നമുക്ക് ശ്വസിക്കാനുള്ള വായു ഭഗവാൻ ഈ ധർമ്മിയാണ് കൊണ്ടുവെക്കുന്നത്. അല്ലാതെ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുറച്ച് വായു ഇവിടെ വന്ന് ഞാൻ ശ്വസിക്കാമെന്നും പറഞ്ഞല്ല കൊണ്ടുവന്നത്. നമ്മൾ എവിടെ പോയാലും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു എഫേർട്ട് വേണം. പക്ഷെ ഇത് മൂക്കിൻ തുമ്പത്താണ് നമ്മുടെ ശ്വാസം ഇരിക്കുന്നത്. ഇത് വെളിയിലോട്ട് പോയാൽ അകത്തേക്ക് വരുമെന്ന് എന്തെങ്കിലും തീർച്ചയുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ആ മൂക്കിൻ തുമ്പത്ത് ഈ കൊണ്ടുവച്ച ഈ വായു, ഈ നമ്മൾ ശ്വസിക്കാൻ പാകത്തിന് കൊണ്ടുവച്ച ആര്? ഈ വൃക്ഷലവാദികളും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഓക്സിജൻ ഉണ്ടാകുമായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാര്? അപ്പൊ അതുകൊണ്ടൊരു പ്രപഞ്ച താളം ഇവിടെയുണ്ട്. ആ പ്രപഞ്ച താളത്തെ, ആ പ്രപഞ്ച ഊർജത്തെ, ആ പ്രപഞ്ച ശക്തിയെ, ആ പ്രപഞ്ച ജ്ഞാനത്തെ, ആ പ്രപഞ്ച അറിവിനെ, ആ ബോധത്തെ, ഈ എനർജിയെ. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് നമ്മൾ അറിവല്ല, നമ്മൾ ശരീരമല്ല അറിവാകുന്നു എന്ന് പറയുമ്പോൾ ശരീരം ഇവിടെ ഉണ്ട്, ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ആ സത്യസ്വരൂപനാര്? ആരുടെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്? ആ സത്യത്തെ അറിയാൻ ഞാൻ നിർത്താൻ തുടങ്ങിയാണ്. ഒരു അരമുക്കാൽ മണിക്കൂർ താമസിച്ചാണ് തുടങ്ങിയത്. ഇവിടെ ഇരിക്കുന്നവർക്ക് നമ്മുടെ ഉപനിഷത്തിലൊരു കേനോപനിഷത്തെന്നൊരു ഉപനിഷത്തുണ്ട്. ഉപനിഷത്തിനെ പറ്റി പറയാനല്ല, അത് തുടങ്ങുന്നത് തന്നെ കേനേഷിതം വദതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോ വിലക്കി. ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, ശരി, ചിലപ്പോൾ തെറ്റ് വന്നതാണ്. കേനേഷിതം വദതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോ വിലക്കി. ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരു, ഇതോടെ കഴിഞ്ഞ് നിർത്തുകയാണ്. അല്ലയോ ഗുരു, കേനേഷിതം വദതി പ്രേഷിതം മനഃ കേന കേന പ്രഥമ പ്രാണപ്രാജ്ഞികത. അല്ലയോ ഗുരു, ഞാൻ ജനിച്ചു വീണപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ ജനിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ പ്രഥമ പ്രാണൻ, ആദ്യമായി ഞാൻ എടുത്ത ശ്വാസം ആര് നിർദ്ദേശിച്ചിട്ടാണ് എനിക്ക് എടുക്കാൻ സാധിച്ചത്?
ആരാ? ഡോക്ടർ പറഞ്ഞു മോനെ എടുത്തോ മോനെ എടുത്തോ മോനെ, അല്ലെങ്കിൽ ഹെഡ് നേഴ്സ് പറഞ്ഞു വലിച്ചോ മോളെ എന്ന് പറഞ്ഞിട്ടാണോ? അല്ല. അതുകൊണ്ടാണ് പ്രഥമ പ്രാണപ്രൈതിത്വ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് എന്നെ പ്രഥമമായ പ്രാണനെടുക്കാൻ സാധിച്ചത്? എൻ്റെ കണ്ണുകൾ ആരുടെ ഇച്ഛ മൂലമാണോ ഓരോന്നിലേക്കും പോയി വീഴുന്നത്? എൻ്റെ കാതുകൾ ചക്ഷുശ്രോത്രം കൗ ദേവോ വിരക്തി. അതിൻ്റെ ഉത്തരമാണ് കേനേഷൻ കേൾക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇതേ ഉള്ളൂ. ആരുടെ നിയന്ത്രണത്തിൽ? ആരാണ് ഇതിനെല്ലാം നിദാനമായിരിക്കുന്നത്? ഈ പ്രപഞ്ചവും ഈ സർവചരാചരങ്ങളും എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? എന്താണ് ഇതിന് നിദാനം? എന്താണ് ഇതിന് നിദാനം? എന്താണ് ഇതിന് ആധാരം? എന്താണ് ഇതിന് ആശ്രയം? ആ സത്യത്തെ, ആ പ്രപഞ്ച ഊർജത്തെ ഗുരുദേവൻ ധർമ്മി എന്ന് വിളിച്ചിട്ട് പറയുന്നു. ഏതു പ്രമാണം എടുത്തു നോക്കിയാൽ, ഇനി 3 അല്ല 30 പ്രമാണങ്ങൾ എടുത്തു നോക്കിയാലും ഈ ധർമ്മിയെ നമുക്ക് കാണാനോ കേൾക്കാനോ പറ്റില്ല. പക്ഷെ അവനവൻ അനുഭവിച്ചേ പറ്റൂ. ഇതാണ് ശ്ലോകത്രയി എന്ന കൃതിയിലൂടെ ഗുരുദേവൻ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും നേരം ഇവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ പറയുമ്പം അതിനെപ്പറ്റി പറയാനും അതിൽ തെറ്റുകളുണ്ട്. ടീച്ചറുടെ പ്രഭാഷണം വളരെ നമുക്കെല്ലാം വളരെ ജ്ഞാനം നൽകുന്ന ഒരു പ്രഭാഷണമായിരുന്നു. അതിന് ടീച്ചറോട് എനിക്ക് വലിയ ആദരവുണ്ട്. ടീച്ചർ പറഞ്ഞ അതേ ഇത് തന്നെ ഗുരുദേവൻ ആത്മോപദേശത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അറിവത് ധർമ്മിയെയല്ല, അറിവത് ധർമ്മിയെയല്ല, ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ ധര മുതലായവ ഒന്നുമില്ല, താങ്ങുന്നൊരു വടിവാം അറിവ് ഉള്ളത് ഓർത്തിടേണം. അപ്പൊ നമ്മൾ ഈ അറിയുന്നത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ അറിയപ്പെടുന്നത്, അത് ധർമ്മിയല്ല. ഇതിനെല്ലാം ധർമ്മമായിട്ട് നിൽക്കുന്ന ആ ധർമ്മി അദൃശ്യമാകയാലേ, ടീച്ചർ പറഞ്ഞത് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ഒരറിവൂടെ പറഞ്ഞതേ ഉള്ളൂ. ടീച്ചർക്ക് ഗംഭീരമായിട്ട് പറഞ്ഞു. അപ്പം ഗുരുദേവൻ പല രീതിയിൽ പല കൃതികളിൽ ഇതിനെല്ലാം പല തലത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള ഒരറിവാണ് ഞാൻ പറയുന്നത്. ടീച്ചറിതെല്ലാം നല്ല ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയും ഉണ്ട് എന്ന് ഞാൻ ശ്രദ്ധപ്പെടുത്തുന്നതാണ്. അറിവത് ധർമ്മീയല്ല, നമ്മൾ ഈ അറിയുന്നതിന് ധർമ്മീയല്ല, ധർമ്മമാം ഈ അരുളിയ ധർമ്മി, ഈ ധർമ്മത്തിനെല്ലാം ആധാരമായിട്ട് നിൽക്കുന്ന ധർമ്മി അദൃശ്യമാകയാലേ ധര മുതലായവ ഒന്നുമില്ല, താങ്ങുന്നൊരു വടിവാം അറിവ് ഉള്ളത് ഓർത്തിടേണം. അറിവ് മാത്രമേ ഇവിടെ ഉള്ളൂ, ബോധം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഗംഭീരമായിട്ട് ടീച്ചർ ഈ ആ ശ്ലോകത്തിൽ കൂടി നമുക്ക് നല്ലവണ്ണം നല്ല വിശദമായിട്ട് ബോധ്യപ്പെടുത്തും. എല്ലാ ഗുരുദേവ ഭക്തർക്കും നമസ്കാരം. ടീച്ചറുടെ ഭംഗിയായിട്ട് ഈ കൃതി അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഗുരുദേവൻ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അനുമാനം, ശബ്ദം, പ്രത്യക്ഷം, ഇവ മൂന്നുമാണ് ഗുരുദേവൻ എടുത്തിരിക്കുന്നത്.
അപ്പോ ഒരു സ്ഥലത്ത് വിറക് കത്തിച്ചാൽ അവിടെ പുകയുണ്ടാകും. നമ്മൾ അനുമാനിക്കുക. കാരണം നമ്മൾ നേരത്തെ തീ കത്തിയാൽ പുക വരും. അത് അനുമാനമാണ്. പിന്നെ പ്രത്യക്ഷത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നാൽ അതും നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണ് ശബ്ദം? ഒരാൾ സംസാരിക്കുന്നു, ആ സംസാരിക്കുമ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് ഇന്ദ്രിയങ്ങൾക്ക് അകത്ത് നിൽക്കുന്ന സംഗതികളാണ് ഈ അനുമാനം, ശബ്ദം, അതുപോലെ പ്രത്യക്ഷം. ഇന്ദ്രിയാതീതമാണ് ധർമ്മിയെ അറിയുക എന്നുള്ളത്. അത് ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ധർമ്മത്തെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ധർമ്മം. പ്രപഞ്ചമാണ് ധർമ്മം. പക്ഷേ ഇതിന്റെ കാരണഭൂതനായിട്ടുള്ള ധർമ്മിയെ നമുക്ക് കാണാൻ കഴിയുകയില്ല. കാണാൻ കഴിയും ആർക്ക്? ഋഷിവര്യന്മാർക്ക് അത്രത്തോളം ജ്ഞാനത്തിന്റെ ആ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ധർമ്മിയെ അറിയാൻ കഴിയുന്നു, കാരണഭൂതനെ അറിയാൻ കഴിയുന്നു. എത്ര വളരെ സിമ്പിൾ എന്നറിയാം. ശ്ലോകത്രയി എന്ന് പറയുന്ന ആ 3 ശ്ലോകങ്ങൾ ഗുരുദേവൻ വളരെ ലഘുവായിട്ടല്ലേ വിവരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചം ഇങ്ങനെ നാം കാണുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ ധർമ്മം എന്ന് പറയുന്ന പ്രപഞ്ചത്തോടൊപ്പം ധർമ്മി എന്ന് പറയുന്ന കാരണഭൂതനുമുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ, ബ്രഹ്മത്തെ അറിയാൻ, ബോധത്തെ അറിയാൻ, അറിവിനെ അറിയാൻ കഴിയുന്നില്ല. ഇവിടെ ടീച്ചർ കറണ്ടിനെ കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞു. അപ്പോ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ധർമ്മിയെ അറിയണമെങ്കിൽ അനുഭവിച്ചറിയണം. അനുഭവം, അതാണ് നമ്മൾ അടിവരയിടേണ്ട വാക്ക്. മെറ്റാഫിസിക്സിൽ അനുഭവത്തിൽ കൂടി അല്ലാതെ ടീച്ചറെ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ടീച്ചർക്കും അറിയാം, എനിക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാം. അനുഭവിച്ചറിയണം. അനുഭവിച്ചാൽ മാത്രമേ ഈ ധർമ്മിയെ അറിയാൻ കഴിയൂ. ഇത് തന്നെയാണ് ദൃക്കും ദൃശ്യവും ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഈ ധർമ്മവും ധർമ്മിയും ദൃക്കും ദൃശ്യവുമായി ഗുരുദേവൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ ഞാൻ കൂടുതലായി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഞാൻ കേട്ടെടുത്തോളം ടീച്ചർ ഭംഗിയായിട്ട് ടീച്ചറിൻ്റെതായ ലെവലിൽ നിന്നുകൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു. ഓരോരുത്തർക്കും നേരത്തെ മോഹനെണ്ണം പറയും പോലെ ഓരോരോ ലെവലുകളുണ്ട്. അതിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ പലർക്കും കഴിയില്ല. കാരണം അത് അത്രത്തോളം നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ അത് വ്യക്തമാക്കുക എന്നുള്ളതിൽ കവിഞ്ഞു വേറൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ ലഘുവാണ് ഈ ശ്ലോകത്രയം. ധർമ്മിയെ അറിയണമെങ്കിൽ നാം എന്ത് ഇത് ചെയ്യണം? ആ ലെവലിലേക്ക് നാം എത്തണം. ആധ്യാത്മിക ലെവലിലേക്ക് നാം എത്തണം. അപ്പോ ആ ലെവലിലേക്ക് എത്താൻ നമ്മെപ്പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കുക, ഗുരുദേവ കൃതികൾ അർത്ഥം മനസ്സിലാക്കി, സംസ്കൃതമാണെങ്കിൽ തന്നെ പിരിച്ച് ശ്ലോകത്രയൊക്കെ പിരിച്ച് ഓരോ വാക്കുകൾ എടുത്ത് ആ വാക്കുകളെ കുറിച്ച് വിവരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയവും ഒന്നും ഉണ്ടായില്ല.
ഇത് നമ്മൾ പറഞ്ഞ് ഒരു ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പറയുന്ന ആളിനും കൺഫ്യൂഷൻ, കേൾക്കുന്ന ആളിനും കൺഫ്യൂഷൻ. ഞാനിപ്പോ ഒരു ആരെയും വിമർശിക്കുകയൊന്നുമല്ല, കാര്യം എൻ്റെ മനസ്സിൽ ഉള്ള കാര്യം ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പലർക്കും ഞാൻ പേടിക്കുന്നുണ്ട്. കാര്യം ഒന്നും പറയണ്ട, എൻ്റെ മനസ്സൊരു ദിലി അടങ്ങിയിരിക്കെ, ഇതൊന്നും കേട്ട് ഇളകല്ലേ ദിലി. എൻ്റെ വൈഫ് ഇങ്ങോട്ട് വരുമ്പോൾ പറയും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇനി ഇതൊന്നും പറയണ്ട കേട്ടോ, അവിടെ ഇന്ന് ഇതാണ്, അവിടെ ആരാണ്, ഞാൻ ആ മോഹനനുമായിട്ട് സംസാരിക്കാനാണ്. പിന്നെ പറ്റുള്ളൂ. അപ്പോ വൈകിട്ട് വണ്ടി എടുക്കാൻ പറയും. അപ്പൊ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഏത് കൃതിയായിരുന്നാലും, നമ്മൾ കുറച്ചു കൃതികളൊക്കെ നമ്മളൊന്നും ചെറുതായി പഠിച്ചിട്ട് അല്ലേ പോകുന്നത്. ഗുരുദേവനെയൊക്കെ പഠിക്കാൻ എൻ്റെ ഈശ്വര പരബ്രഹ്മമാണ്. ഞങ്ങൾ ഇന്നലെ ഒരു യോഗത്തിന് അവിടെ ഉണ്ടായിരുന്നു, BJT ഹാളിൽ. അപ്പൊ അതുകൊണ്ട് ഗുരുദേവനെയൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരിതാണ്. അപ്പോൾ ഓരോ കൃതികളും നമ്മൾ നല്ലവണ്ണം അർത്ഥം മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നാൽ ഇത് നമുക്ക് മനസ്സിലാവും. എല്ലാ ഇതും ശ്ലോകത്രയൊന്നും വലിയ ഭാരമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അപ്പൊ ഇത് കേട്ടതുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. ഇപ്പോൾ ഈ അറിയാനും അറിയിക്കാനുമാണ്, അല്ലാതെ ബാധിക്കാനും ജയിക്കാനൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ടീച്ചറിന് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നന്ദി രേഖപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ടീച്ചർ ഇത് 2ാമത്തെ വർഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ ഇത്രയും ആളുകൾ എല്ലാ ദിവസവും അവർ വരുന്നവരാണ്. അപ്പൊ നമ്മുടെ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ടീച്ചർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ ഓൺലൈനിൽ. ഞാൻ അതിൽ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ചേരാൻ പറ്റും. പിന്നെയുള്ളതെന്ന് പറയുന്നത്, ഈ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും പ്രവൃത്തിപരത്തിലൂടെ ആക്കി വേണം നമ്മൾ നാരായണീയരാകേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വാദങ്ങളും തർക്കങ്ങളും ഒന്നും വാദിക്കാനും തർക്കിക്കാനും ഒന്നും അല്ല, നമ്മളത് പ്രവർത്തിച്ച് നമ്മളെ കൊണ്ട് ഈ കൊച്ചു മനുഷ്യായുസിൽ തന്ന മനുഷ്യായുസിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് നമ്മളെല്ലാവരും ധന്യരാകണം. ഒപ്പം തന്നെ ടീച്ചറിനൊപ്പം ടീച്ചറെ ഈ 1 മണിക്കൂർ ഇവിടെ വന്ന് ശ്ലോകത്രയിൽ നിന്നുള്ള ഈ കൃതി, സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ടീച്ചർ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാൻ ചെന്നതൊക്കെ എടുത്തു നോക്കി, സംസ്കൃതമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ അവസരങ്ങൾ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ ഈ വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം ഈ 1 മാസം കൊണ്ട് ഏകദേശം ഒരു കുറച്ച് മനസ്സിലെ ശുദ്ധമാക്കാൻ കഴിഞ്ഞിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ ഇത് തുടരും, വീണ്ടും ഉണ്ടാവും. ടീച്ചറിനെ നമുക്ക് വീണ്ടും ആവശ്യപ്പെടുന്നു. നമ്മൾ വീണ്ടും അടുത്ത വർഷവും ടീച്ചറിനെ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ ആശംസകളും ടീച്ചറിന് നേരുന്നു. ഒപ്പം ടീച്ചറിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള, കഴിഞ്ഞ വർഷവും വന്ന കുറച്ച് പേരുണ്ട്. എല്ലാവർക്കും വായനശാലയുടെയും നമ്മുടെ ചെമ്പഴത്തിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റ് ഇവിടെ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ടീച്ചറിന് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ടീച്ചറിന് എല്ലാവരുടെയും അനുവാദത്തോടു